ഹായ് മക്കളെ, അൺഅക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും അതോടൊപ്പം തന്നെ ഹൈഡ്രോ കാർബൺസ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നീറ്റ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷനിലായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണ്. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതായതുകൊണ്ട് നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് അസിഡിക്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അതിൽ ഒരു ആസിഡിന്റെ അസിഡിക് ക്യാരക്ടറിനെ കുറച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഏതൊക്കെ ഫാക്ടർ? അസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പം അസിഡിക് ക്യാരക്ടറിനെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റെസൊണൻസ് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് തന്ന ആസിഡുകളിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഇൻഡക്റ്റീവ് ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഓക്കെ, അപ്പൊ ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പുകൾ, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പൊ മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആസിഡിന്റെ അസിഡിക് ക്യാരക്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലും തന്നിട്ടുള്ളത് മൈനസ് ഐ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നോർമൽ ആസിഡിനേക്കാൾ ഇവരുടെയൊക്കെ അസിഡിക് ക്യാരക്ടർ എന്താണ്? കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പം എല്ലാ കേസിലും മൈനസ് ഐ ഗ്രൂപ്പ് വരുമ്പം നമ്മൾ എന്ത് നോക്കണം? ഈ മൈനസ് ഐ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കൂടി നമ്മൾ നോക്കണം. സ്ട്രെങ്ത്. അപ്പൊ നമ്മളൊരു സ്ട്രെങ്ത് ഓർഡർ പഠിക്കുന്നുണ്ട്. NO2 മുതൽ NO2 ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൂടുതൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഏതാണ്? സയനോ ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ ഹാലജൻസിൽ എത്തുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ദെൻ ബ്രോമിൻ, അയോഡിൻ. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രെങ്ത് ഓർഡർ വരുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയോഡിൻ ഉണ്ട്. അതിൽ ഈ മൈനസ് ഐ എഫക്റ്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് ആളാണ്? ഫ്ലൂറിൻ ആണ്. അപ്പൊ ഫ്ലൂറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ആസിഡിനായിരിക്കും അസിഡിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഏത് ആൻസർ ആയിട്ട് എടുക്കാം? ഒന്നാമത്തെ ഓപ്ഷൻ ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം അസിഡിക് ക്യാരക്ടറും മൈനസ് ഐ എഫക്റ്റും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. മൈനസ് ഐ എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആസിഡിന് അസിഡിക് ക്യാരക്ടർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി മൈനസ് ഐ ഗ്രൂപ്പ് തന്നെ വരുന്ന സമയത്ത് മൈനസ് ഐ ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ പർട്ടിക്കുലർ അസിഡിക് ക്യാരക്ടർ എന്താവും? കൂടും. അപ്പോൾ ഫ്ലൂറിൻ ആണ് കൂടുതൽ സ്ട്രെങ്ത്. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡിനായിരിക്കും കൂടുതൽ അസിഡിക് ക്യാരക്ടർ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ആൻസർ ആയി എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്? വിച്ച് ഈസ് മോർ ബേസിക് ദാൻ CS3NH? ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്, CS3NH. ഓക്കെ, അപ്പം ഒരാളെ നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അയാളുടെ അടുത്തുള്ള ഇലക്ട്രോൺ പെയറിനെ അയാൾ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്താണ് അല്ലെ? ഇലക്ട്രോൺ പെയർ ഡോണർ ആണ് നമ്മൾ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആരാണോ ഫസ്റ്റ് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ കൂടുതൽ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ, അയാളാണ് ഏറ്റവും നല്ല ബേസ്. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് മോർ ബേസിക് ദാൻ CS3NH എന്നാണ് നമ്മോട് ചോദിച്ചത്. അപ്പൊ CS3NHനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് ഇലക്ട്രോൺ പെയറിനെ ആര് കൊടുക്കോ അയാളായിരിക്കും മോർ ബേസിക്. അപ്പൊ നമ്മൾ നോക്കുമ്പം ഇവിടെ നമുക്ക് തന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ CS3CH2 മൈനസ്, അവിടെ ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട് കാർബണിന്റെ മുകളിൽ. പക്ഷെ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. നിങ്ങൾക്കറിയാം sp3 ആണ്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഓക്സിജന്റെ മുകളിലാണ് ഇലക്ട്രോൺ പെയർ വന്നിട്ടുള്ളത്, ഓർ നെഗറ്റീവ് ചാർജ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു sp ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ മുകളിലാണ് ഇലക്ട്രോൺ പെയർ നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് അല്ലേ? അപ്പൊ ഓക്സിജൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അയാൾക്ക് ഇലക്ട്രോണെ എപ്പോഴും പിടിച്ചു വെക്കാനാ താല്പര്യം ഉണ്ടാവും. അപ്പൊ അയാൾക്ക് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഓക്സിജൻ വരുന്ന ഈ ഒരു കേസിൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അയാൾ എന്താണ്? ലെസ് ബേസിക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ sp ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ്. അപ്പൊ sp ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോഴും ഇതേപോലെ തന്നെ sp കാർബൺ എന്ന് പറയുമ്പോൾ അത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയ ആൾക്ക് ഇലക്ട്രോണെ എപ്പോഴും അടുത്ത് വെക്കാനാ താല്പര്യം, കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അയാൾക്കും ഇലക്ട്രോൺ പെയർ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പൊ അയാളും എന്തായിരിക്കും? ലെസ് ബേസിക് ആണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ sp3 കാർബണിന്റെ മുകളിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ളത്. sp3 കാർബൺ എന്ന് പറയുമ്പോൾ അത്ര ഇലക്ട്രോ നെഗറ്റീവ് ഒന്നല്ല.
ഓക്കെ, അപ്പൊ അയാൾക്ക് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും കമ്പയർ ടു നൈട്രജൻ. കാരണം നൈട്രജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പൊ നൈട്രജൻ കൊടുക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ആര് കൊടുക്കും, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പം CH3NH CH3CH2 മൈനസ് അവിടെ എന്താണ്, മോർ ബേസിക് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആൻസർ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, ഓപ്ഷൻ 1. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, which are valid resonating structures. അപ്പൊ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പം അവിടെ എന്താണ്, റെസൊനേറ്റിംഗ് സ്ട്രക്ചറിൽ ആകെ ഇലക്ട്രോൺ പെയറിന്റെ പൊസിഷനിൽ മാത്രമാണ് ചേഞ്ച് ഉണ്ടാവുക. ഇലക്ട്രോൺ പെയർ പൊസിഷനിൽ മാത്രമാണ് ചേഞ്ച് വരിക. അതാണ് ഒന്നാമത്തെ കേസ്, ഇലക്ട്രോൺ പെയർ പൊസിഷനിൽ ചേഞ്ച് വരും. രണ്ടാമത്തത് അവിടെ ഒരിക്കലും വാലൻസിയിലൊന്നും എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ പെയർ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബോണ്ട് പെയറുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. നമ്മൾ പഠിക്കുന്നുണ്ട്, ബെൻസീൻ റിങ്ങിന്റെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഒക്കെ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഫസ്റ്റ് കേസ് നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഇവിടെ നിങ്ങൾ ഓക്സിജനെ നോക്കൂ, ഈ ഓക്സിജനെ നോക്കൂ, ഈ ഓക്സിജന്റെ വാലൻസി എത്രയാണ്, ഈ ഓക്സിജന്റെ വാലൻസി എത്രയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നോക്കൂ, ഈ ഓക്സിജന്റെ വാലൻസി എത്രയാണ് കാണിച്ചിട്ടുള്ളത്, ഓക്സിജന്റെ വാലൻസി. ഫസ്റ്റ് ഇവിടെ 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, 2 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് 2 പൈ ബോണ്ടും അവിടെ ഡബിൾ ബോണ്ടും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് അവിടെ ടെട്രാവാലന്റ്. ഓക്കെ, ടെട്രാ വാലൻസി ഓക്സിജന് പോസിബിൾ ആണോ? ഓക്സിജന്റെ വാലൻസി എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ ടെട്രാവാലന്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ കോമ്പൗണ്ട് ഒരിക്കലും നമുക്ക് എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ ഈ ഒരു റെസൊനേറ്റിംഗ് സ്ട്രക്ചർ എന്തല്ല, വാലിഡ് അല്ല. കാരണം അവിടെ ഓക്സിജൻ ടെട്രാവാലന്റ് ആണ്. ഓക്സിജൻ ടെട്രാവാലന്റ് ആയിട്ട് ഒരു സ്ട്രക്ചർ നമുക്ക് പോസിബിൾ അല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ. രണ്ടാമത്തെ കേസിൽ CH3CHO എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഹൈഡ്രജന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, ആറ്റത്തിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ഹൈഡ്രജൻ, CH3യിലുള്ള ഒരു ഹൈഡ്രജൻ എവിടെ പോയി നിൽക്കുന്നു, ഓക്സിജന്റെ അടുത്ത് പോയി നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഹൈഡ്രജന്റെ മൈഗ്രേഷൻ നടക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ടോട്ടോമറിസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ടോട്ടോമറിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്, ടോട്ടോമറിസം. ഓക്കെ, ഇത് എന്തല്ല, റെസൊണൻസ് അല്ല. കാരണം റെസൊണൻസിൽ ആറ്റത്തിന്റെ പൊസിഷൻ എന്താവൂല, മാറൂല. ഓക്കെ, ഇലക്ട്രോൺ പെയറിന്റെ പൊസിഷൻ ആണ് മാറുന്നത്, ആറ്റത്തിന്റെ പൊസിഷൻ എന്താവുന്നില്ല, മാറുന്നില്ല. അപ്പൊ ഇവിടെ ആറ്റത്തിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും എന്തല്ല, വാലിഡ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ അല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്കൊരു സൈക്ലിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഡൈ ആൽക്കീൻ ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പം റെസൊനൻസ് കാണിക്കണമെങ്കിൽ ആ ഒരു സിസ്റ്റം എങ്ങനെയുള്ള സിസ്റ്റം ആയിരിക്കണം, കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ് റെസൊനൻസ് കാണിക്കുക. എന്താ ഈ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, നമ്മൾ ബെൻസീൻ റിംഗ് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. എന്താണ് ബെൻസീൻ റിംഗിന്റെ പ്രത്യേകത, ആൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ബോണ്ട് അവിടെ വരുന്നുണ്ട്. ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് സിംഗിൾ ബോണ്ട് പിന്നെ ഡബിൾ ബോണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കേസ് ആയിരിക്കണം, കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇത് കോൺജുഗേറ്റഡ് സിസ്റ്റം ആണോ എന്ന് ചെക്ക് ചെയ്തേ അല്ല. ഇവിടെ ഡബിൾ ബോണ്ട് കഴിഞ്ഞ് പിന്നെ സിംഗിൾ ബോണ്ട് പിന്നെയും സിംഗിൾ ബോണ്ട്, അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട്. അപ്പൊ അതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റം അല്ല. ഓക്കെ, അപ്പൊ നോട്ട് എ കോൺജുഗേറ്റഡ് സിസ്റ്റം. അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റം അല്ല. അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇയാളെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. അപ്പൊ ആദ്യത്തെ 3 ആൾക്കാരും വാലിഡ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ അല്ല. ഓക്കെ, ഇനി നാലാമത്തെ നോക്കിക്കേ നിങ്ങൾ എങ്ങനെ വരുന്നു. അവിടെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ അല്ലേ, ഇലക്ട്രോൺ പെയർ ചേഞ്ച് ചെയ്യുന്നു. ഈ ഒരു ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം ഈ കാർബൺ ഇലക്ട്രോൺ അവിടെ എന്താവുന്നു, അവിടെ ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഏത് ഇലക്ട്രോൺ പെയർ, ഓക്സിജന്റെ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതാണ് അവിടുത്തെ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. അപ്പം ഓക്സിജൻ അവിടെ പ്ലസ് ചാർജ് ആയി മാറി, കാരണം ഓക്സിജന്റെ ലോൺ പെയർ അതിന് ലോസ് ആവുന്നു. ഓക്കെ, ഇപ്പുറത്തുള്ള ഡബിൾ ബോണ്ട് കാർബൺ നമ്മളിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ലോൺ പെയർ എക്സ്ട്രാ വരുന്നു. അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് നിങ്ങൾ നോക്ക്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, അവിടെ ആറ്റത്തിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. എന്ത് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, ഇലക്ട്രോൺ പെയറിന്റെ പൊസിഷൻസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് ഒരു വാലിഡ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഓപ്ഷൻ 4 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്, ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള റെസൊനേറ്റിംഗ് സ്ട്രക്ചർ? അപ്പൊ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മാക്സിമം കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത സ്ട്രക്ചർ ആയിരിക്കും എപ്പോഴും മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പൊ മാക്സിമം കോവാലന്റ് ബോണ്ട് ഉള്ളതായിരിക്കും എപ്പോഴും മോർ സ്റ്റേബിൾ. ഓക്കെ, ചാർജ് സെപ്പറേഷൻ ഉള്ള കേസും ചാർജ് സെപ്പറേഷൻ ഇല്ലാത്തൊരു കേസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും മോർ സ്റ്റേബിൾ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ചാർജ് സെപ്പറേഷൻ ഉള്ള ഒരു സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജും ലെസ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജും വരുന്ന റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആയിരിക്കും മോർ സ്റ്റേബിൾ. അപ്പൊ അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് തന്ന ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്, 1 ചാർജ് സെപ്പറേഷൻ ഇല്ല. അപ്പൊ ചാർജ് സെപ്പറേഷൻ ഉള്ളതും ചാർജ് സെപ്പറേഷൻ ഇല്ലാത്തതും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണ് മോർ സ്റ്റേബിൾ. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിലോട്ട് എത്താം. ഇനി നമ്മൾ അവിടെ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് കോവാലന്റ് ബോണ്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കും നമ്മൾ. അവിടെ കോവാലന്റ് ബോണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് 2 CH2ന്റെ 2, പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് 4, ഹൈഡ്രജന്റെ 1 5, പിന്നെ ഇവിടെ 1 6 7 9 കോവാലന്റ് ബോണ്ട് ഇതിനുണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് നോക്കൂ 2 3 4 5 6 8 ഉള്ളൂ ഇവിടെ. ഓക്കെ, ഇവിടെയും അതേപോലെ 2 4 6 7 8 2 4 5 6 7 8, ഇവിടെയും 8. ഓക്കെ, ഇവിടെയും 2 3 4 5 6 7 8. അപ്പൊ ഇതിലൊക്കെ 8 8 8 എന്ന് വെച്ചാണ് കോവാലന്റ് ബോണ്ട്. ഇതിൽ എത്ര ഉണ്ട്? 9 കോവാലന്റ് ബോണ്ട് ഉണ്ട്. അപ്പൊ മാക്സിമം കോവാലന്റ് ബോണ്ട് കാണിക്കുന്ന ആളാണ് മോർ സ്റ്റേബിൾ. അപ്പൊ 2 തരത്തിൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. ഒന്ന്, ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത റെസൊനേറ്റിംഗ് സ്ട്രക്ചർ. രണ്ടാമത്തത്, മാക്സിമം കോവാലന്റ് ബോണ്ട് ഉള്ള കേസ്. അതും നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ അരോമാറ്റിക്. അപ്പൊ അരോമാറ്റിസിറ്റിക്ക് നമ്മൾ കുറെ കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ എന്ന് നോക്കാൻ നമ്മൾ ചെയ്യേണ്ട കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ അവിടെ എന്ത് നോക്കും? ആ കോമ്പൗണ്ട് പ്ലാനാർ ആണോ എന്ന് നോക്കും, പ്ലാനാർ. രണ്ടാമത്തത് അവിടെ എന്ത് പോസിബിൾ ആവണം? ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ പോസിബിൾ ആവണം. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ. ഓക്കെ, അത് പോസിബിൾ ആണോ നോക്കണം. മൂന്നാമത്തത് ആ സിസ്റ്റം എന്ത് കാണണം? കാരണം 4n+2 പൈ ഇലക്ട്രോൺസ് അതിൽ വരണം. 4n+2 പൈ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പം പ്ലാനാർ ആയിരിക്കണം, ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ഉണ്ടാവണം, 4n+2 പൈ ഇലക്ട്രോൺസ് അവിടെ ആ സിസ്റ്റത്തിൽ ഉണ്ടാവണം. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണ് അരോമാറ്റിക്. ഓക്കെ, അതല്ലാത്ത കേസിനെയാണ് നമ്മൾ നോൺ അരോമാറ്റിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇവിടുത്തെ ഈ റിംഗ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ബെൻസീൻ റിംഗ് നോക്കുകയാണെങ്കിൽ, ബെൻസീൻ റിംഗിൽ നിങ്ങൾക്കറിയാം എല്ലാ കാർബണാറ്റവും, ഇവിടെയുള്ള എല്ലാ കാർബണാറ്റവും ഏത് ഹൈബ്രിഡൈസർ ആണ്? sp2 ഹൈബ്രിഡൈസർ ആണ്. അപ്പം ട്രയാഗണൽ പ്ലാനാർ ആണ്. കാരണം ഡബിൾ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. അപ്പൊ ട്രയാഗണൽ പ്ലാനാർ ആണ്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഈ പൈ ഇലക്ട്രോൺസിന് ഇങ്ങനെ ഇതിലൂടെ ഓടിക്കളിക്കാൻ പറ്റും. അപ്പം ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ അവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മൾ 4n+2 പൈ ഇലക്ട്രോൺ അവിടെ നോക്കുമ്പോൾ ടോട്ടൽ 6 പൈ ഇലക്ട്രോൺസ് ആണ് അതിലുള്ളത്. 6 പൈ ഇലക്ട്രോൺസ്. 6 പൈ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 3 പൈ ബോണ്ട്. അപ്പം ടോട്ടൽ പൈ ഇലക്ട്രോൺസ് എത്ര? 6 പൈ. അപ്പൊ 6 പൈ എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം n = 1 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 × 1+2 പൈ ഇലക്ട്രോൺ എന്നാണ് കണ്ടീഷൻ വരിക. എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? 6 പൈ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പൊ 3 കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ആൾ അരോമാറ്റിക് ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിലോ, രണ്ടാമത്തതിലും അതേപോലെ തന്നെ കാർബണാറ്റം നോക്കുമ്പോൾ എല്ലാ കാർബണാറ്റവും sp2 ഹൈബ്രിഡൈസർ ആണ്. അപ്പോൾ പ്ലാനാർ ആണ്, ട്രയാഗണൽ പ്ലാനാർ ആണ്. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതും പോസിബിൾ ആണ്. ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ പോസിബിൾ ആണ്. ഓക്കെ, പൈ ഇലക്ട്രോൺ പോസിബിൾ ആണ്. ഓക്കെ, ഇനി ടോട്ടൽ പൈ ഇലക്ട്രോൺ അവിടെ നോക്കുമ്പോൾ ടോട്ടൽ എത്ര ബോണ്ട് ഉണ്ട്? 5 ബോണ്ട് ഉണ്ട്. 5 ബോണ്ടിലും കൂടിയായിട്ട് എത്ര പൈ ഇലക്ട്രോൺ വരും? 10 പൈ ഇലക്ട്രോൺ വരും. 10 പൈ ഇലക്ട്രോൺ എന്ന് പറയുന്നതും ഇവിടുത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. കാരണം n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ, n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ എന്താ വരിക? n = 2 ആണെങ്കിൽ 4 × 2+2 പൈ ഇലക്ട്രോൺ എന്നല്ലേ വരിക? ഓക്കെ, അപ്പം എന്താണ് 4 × 2 എന്ന് പറയുമ്പോൾ 8+2 പൈ ഇലക്ട്രോൺ അല്ലേ? അപ്പൊ മൊത്തം എത്ര പൈ ഇലക്ട്രോൺസ് ആണുള്ളത്? 10 പൈ ഇലക്ട്രോൺസ്.
ഓക്കെ, അപ്പൊ അവിടെയും ഓക്കെയാണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും പ്ലാനാരിറ്റി ഉണ്ട്. ഓക്കെ, പ്ലാനാർ ആണ്. ഓക്കെ, ടോട്ടൽ പൈ ഇലക്ട്രോൺ നോക്കുമ്പോൾ അവിടെ 2 പൈയും പിന്നെ ഒരു ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഇവിടെ ഡീലോക്കലൈസേഷനിൽ ഇൻവോൾവ് ആകുന്ന ഇലക്ട്രോൺ പെയർ ആണ്. ഓക്കെ, അപ്പൊ ഡീലോക്കലൈസേഷനിൽ ഇൻവോൾവ് ആകുന്ന അരോമാറ്റിസിറ്റിയിൽ ഇൻവോൾവ് ആകുന്ന ഇലക്ട്രോൺ പെയർ ആണ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺ പെയർ അവിടെയും 6 പൈ ഇലക്ട്രോൺ വരും. ഇവിടെ 10 പൈ ഇലക്ട്രോൺ, അവിടെ 6 പൈ ഇലക്ട്രോൺ. അപ്പൊ അതും അരോമാറ്റിക് ആണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ നാലാമത്തെ ഓപ്ഷനിൽ ടോട്ടൽ എത്ര പൈ ഇലക്ട്രോൺസേ ഉള്ളൂ? 4 പൈ ഇലക്ട്രോൺസേ ഉള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ കാർബണിന്റെ എന്താണ്? sp3 ആണ്. sp3 എന്ന് പറയുമ്പോൾ അത് നോൺ പ്ലാനാർ ആണ്. അപ്പൊ നോൺ പ്ലാനാർ ആണെങ്കിൽ അയാൾ എന്തല്ല? അരോമാറ്റിക് അല്ല. അപ്പൊ 4 പൈ ഇലക്ട്രോൺ നോൺ പ്ലാനാർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കാം. ഫോർത്ത് ഓപ്ഷൻ വന്നിട്ടുള്ള കോമ്പൗണ്ട് എന്താണ്? നോൺ അരോമാറ്റിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അരോമാറ്റിക്? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അരോമാറ്റിക്. പക്ഷെ ഇവിടെ സ്ട്രക്ചർ തന്നിട്ടില്ല. അപ്പൊ സ്ട്രക്ചറും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഒന്നാമത്തത് ബെൻസീൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബെൻസീൻ എന്താണ്? 4n+2 പൈ ഇലക്ട്രോൺ സാറ്റിസ്ഫൈ ചെയ്യുന്ന 6 പൈ ഇലക്ട്രോൺ ഉള്ള അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഓക്കെ, രണ്ടാമത്തെ ആൾ ആരാണ്? സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ. സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ, ഇതാണ് സാധനം. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ പെയർ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്, പ്ലാനാർ ആണ്. ഈ ഇലക്ട്രോൺ പെയർ അരോമാറ്റിസിറ്റിയിൽ ഇൻവോൾവ് ആകുന്നതാണ്. അപ്പോൾ ഇവിടെയും 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അയാൾ അരോമാറ്റിക് ആണ്. ഓക്കെ, ദെൻ ട്രോപ്പീലിയം കാറ്റയോൺ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ട്രോപ്പീലിയം കാറ്റയോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ട്രോപ്പീലിയം കാറ്റയോണിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ഇതാണ് ട്രോപ്പീലിയം കാറ്റയോൺ. അപ്പൊ ട്രോപ്പീലിയം കാറ്റയോൺ നിങ്ങൾ നോക്കൂ. ട്രോപ്പീലിയം കാറ്റയോണിന്റെ കേസിലും അതേപോലെ എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ പോസിബിൾ ആണ്. എല്ലാ കാർബൺ ആറ്റവും പ്ലാനാർ ആണ്. അപ്പം അവിടെയും എന്താണ്? എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ട് എന്താണ്? അരോമാറ്റിക് ആണ്. ദെൻ ലാസ്റ്റ് വൺ, സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ. സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ അത് നോക്കൂ. സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരുന്നത്? ഇങ്ങനെയാണ് അല്ലെ? സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ, ഇവിടെ പ്ലസ് ചാർജ് ആണുള്ളത്. അപ്പൊ അവിടെ ലോൺ പെയർ അല്ല. അപ്പൊ അരോമാറ്റിസിറ്റിയിൽ ഇൻവോൾവ് ആകാൻ ഇലക്ട്രോൺ പെയർ ഇല്ല. ടോട്ടൽ ഇലക്ട്രോൺ പെയർ നമ്മൾ നോക്കുമ്പോൾ 2 പൈ ബോണ്ട് കൂടി എത്ര ഇലക്ട്രോണേ വരുള്ളൂ? 4 പൈ ഇലക്ട്രോൺ. 4 പൈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഹക്കൽ റൂൾ ഒബേ ചെയ്യാത്ത കണ്ടീഷൻ ആണ്. അപ്പം ആ കോമ്പൗണ്ട് എന്താണ്? നോട്ട് അരോമാറ്റിക് ആണ്. അപ്പൊ ഓപ്ഷൻ 4 സൈക്ലോപെന്റാഡൈനൈൽ കാറ്റയോൺ നമുക്ക് നോട്ട് അരോമാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാം. റെഡി? ഇനി നമ്മൾ അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ the total number of plus m groups means ഏതാണ്? plus r group. ഓക്കെ, plus resonance group, mesomeric effect or resonance effect. അപ്പൊ അതിൽ പ്ലസ് ആർ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് പറഞ്ഞത്. എന്താണ് ഈ പ്ലസ് ആർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന്റെ മുകളിൽ ചില ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഇവിടെ എക്സ് ആയിട്ട് പല ഗ്രൂപ്പുകൾ വരാം. അപ്പൊ എക്സിന്റെ കേസിൽ എക്സ് ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ആണെങ്കിൽ, ഇപ്പോൾ ഹാലജൻസ് ആണ് വരുന്നതെങ്കിൽ, ഹാലജൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇവരൊക്കെയാണ് വരുന്നതെങ്കിൽ. ഓക്കെ, ഇനി OH ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ OH ഗ്രൂപ്പ്, അല്ലെങ്കിൽ OCS3 ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ OCS3, ഓർ NH2 ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ NH2 ഗ്രൂപ്പ്, ഓർ OCOCS3. ഇങ്ങനെ ഇലക്ട്രോൺ പെയർ ഉള്ള ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഈ എക്സിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യും? ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലോട്ട് പോകും. ഇലക്ട്രോൺ പെയർ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെയുള്ള പൈ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ ഒരു ടൈപ്പ് റെസൊണൻസിനെയാണ് നമ്മൾ പ്ലസ് ആർ റെസൊണൻസ്, പ്ലസ് ആർ ഗ്രൂപ്പ് ഓർ പ്ലസ് എം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ തിരിച്ച് എക്സിന്റെ സ്ഥാനത്ത് വരുന്ന ഗ്രൂപ്പുകൾ NO2 ഗ്രൂപ്പ് ആണെങ്കിൽ, സയനോ ഗ്രൂപ്പ് ആണെങ്കിൽ, CHO ഗ്രൂപ്പ് ആണെങ്കിൽ, COOH ഗ്രൂപ്പ് ആണെങ്കിൽ, കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺ പെയർ, റിങ്ങിലുള്ള ഇലക്ട്രോൺ പെയർ, ഇവിടെയുള്ള ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും.
ഓക്കെ, അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ആ ഗ്രൂപ്പിലോട്ട് ഇലക്ട്രോൺ പെയർ പോകാൻ തുടങ്ങും. ആ ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഗ്രൂപ്പുകളെയാണ് നമ്മൾ -R ഗ്രൂപ്പ് ഓർ -M ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഗ്രൂപ്പിലോട്ടാണ് വരുന്നതെങ്കിൽ -R ഗ്രൂപ്പ് ഓർ -M ഗ്രൂപ്പിലോട്ട് ഇലക്ട്രോൺ അവർ എടുക്കുക. ഓക്കെ, കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ഗ്രൂപ്പ് ഇലക്ട്രോൺ എടുക്കുന്നു. അപ്പൊ അവിടെ ഗ്രൂപ്പിന്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോൺ എടുക്കുമ്പോൾ ഇത് ചാർജ് നെഗറ്റീവ്. ഓക്കെ, ഇനി +R എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലോട്ട് ഇലക്ട്രോണെ കൊടുക്കുക ചെയ്യുക. ഓക്കെ, അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലോട്ട് ഇലക്ട്രോണെ കൊടുക്കുന്നു. ഇലക്ട്രോണെ കൊടുത്താൽ ആ സിസ്റ്റത്തിന് ഏത് ചാർജ് ഉണ്ടാവുക? ഒരാൾക്ക് ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവുന്ന ചാർജ് ഏതാ? അത് പോസിറ്റീവ്. അപ്പൊ ആ ഗ്രൂപ്പുകളെയാണ് നമ്മൾ +R ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ച ഗ്രൂപ്പ് ഇത് ടോട്ടൽ നമ്പർ ഓഫ് +R ഗ്രൂപ്പ്സ് ആർ ഓർ ടോട്ടൽ നമ്പർ ഓഫ് +M ഗ്രൂപ്പ്സ് ആർ. അപ്പൊ നമ്മൾ നോക്കണം ഇലക്ട്രോൺ പെയർ ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാണ്, ഇലക്ട്രോൺ റിച്ച് ആയ ഗ്രൂപ്പ് ഏതൊക്കെയാണ്. അപ്പം ഫസ്റ്റ് കേസ് നോക്കൂ, ഏതാണ്? OHന്റെ മോൾ ഇലക്ട്രോൺ പെയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോൺ റിച്ച് ആണ് അയാൾ. ഓക്കെ, NH2 നൈട്രജന്റെ മോൾ ഇലക്ട്രോൺ പെയർ ഉണ്ട്, അപ്പോൾ ഇലക്ട്രോൺ റിച്ച് ആണ്. ഓക്കെ, ഇനി C നോക്കുമ്പോൾ സിന്റെ മോൾ അങ്ങനെ ഇലക്ട്രോൺ പെയർ ഇല്ല. ഇനി NHCOCS3 നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് Nന്റെ മോൾ ഇലക്ട്രോൺ പെയർ ഉണ്ട്. ഓക്കെ, ഇനി NO2ന്റെ മോൾ ഇല്ല. ഓക്കെ, പക്ഷെ COCS3 ഈ ഓക്സിജന്റെ മോൾ എന്തുണ്ട്? ഇലക്ട്രോൺ പെയർ ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ പെയർ ഉള്ള ആൾക്കാരൊക്കെ എന്താണ്? +R ഗ്രൂപ്പാണ്. അപ്പൊ എത്ര +R ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 2. റെഡി ആണല്ലോ? അപ്പൊ ഇലക്ട്രോൺ പെയർ ഉള്ള ആൾക്കാരൊക്കെ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിന് ഇലക്ട്രോണെ അങ്ങോട്ട് കൊടുക്കും. ആ കൊടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്തായിട്ട് വിളിക്കും? +R ഗ്രൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ എത്ര +R ഗ്രൂപ്പ് ഉണ്ട്? 4 +R. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിബിറ്റ് ഹൈപ്പർ കോൺജുഗേഷൻ? ഓക്കെ, അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാനുള്ള കണ്ടീഷൻ എന്താ? ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവണം. ഓക്കെ, അതായത് ഒരു sp2 കാർബണിനോട് അടുത്ത് ആര് വരും? sp3 കാർബൺ അറ്റാച്ച് ചെയ്യും. ആ sp3 കാർബണിന്റെ മുകളിൽ എന്തുണ്ടാവണം? ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവണം. ആ ഹൈഡ്രജൻ ആറ്റത്തെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ഈ കാർബൺ ബെൻസീറിങ്ങിന്റെ കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്താ? ബെൻസീറിങ്ങിന്റെ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. sp2 കാരണം അവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. ആ റിംഗ് ആയിട്ട് അവിടെ കാണിച്ചത് എന്താണ്? ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന 3 പൈ ബോണ്ടുകളാണ്. ഓക്കെ, അപ്പൊ പൈ ബോണ്ട് അറ്റാച്ച് ചെയ്ത കാർബൺ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2. ഒരു പൈ ബോണ്ട് ആണെങ്കിൽ sp2. ഇനി ഇവിടെ തൊട്ടടുത്ത കാർബൺ, ഇതാണ് അടുത്ത കാർബൺ. ഓക്കെ, ആ കാർബൺ എന്ന് പറയുമ്പോൾ CH3 ആണ്. CH3. അപ്പൊ CH3 എന്ന് പറയുമ്പോൾ CH3 അതാണ് sp3 കാർബൺ. ആ sp3 കാർബണിന്റെ മോൾ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 ഹൈഡ്രജൻ ആറ്റം അല്ലേ? 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അയാൾക്ക് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാം. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആള് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് കാണിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കൂ നിങ്ങൾ. അടുത്തത് ഇവിടെ ഇതാണ് sp2 കാർബൺ. ഓക്കെ, sp2 കാർബണിന്റെ തൊട്ടടുത്ത കാർബൺ അതാണ് sp3 കാർബൺ. ഈ sp3 കാർബൺ ആണ് നമ്മുടെ ആൽഫ കൺസിഡർ ചെയ്യുന്ന കാർബൺ. അപ്പൊ ഇതിന്റെ മുകളിൽ ഇവിടെ ഇതെന്താ സാധനം? CH2CH3. അപ്പൊ CH2 ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് CH2 ആണ്. അപ്പൊ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം അവിടെ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെയും ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണല്ലോ. ഇനി ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ കേസ്. ഈ sp2 കാർബണോട് അറ്റാച്ച് ചെയ്ത sp3 കാർബൺ. ആ sp3 കാർബണിന്റെ മുകളിൽ 2 ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അപ്പം ആ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? CH ആണ്. ഓക്കെ, അപ്പൊ CH എന്ന് പറയുമ്പോൾ അവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ അതേപോലെ sp2 കാർബണിനോട് അറ്റാച്ച് ചെയ്ത് sp3 കാർബൺ. ആ sp3 കാർബൺ എന്ന് പറയുന്നത് ടെർഷറി കാർബൺ ആണ്. ആ ടെർഷറി കാർബൺ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് C മാത്രമാണ്. സിന്റെ മുകളിൽ 3 CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ല എങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് എന്തല്ല? പോസിബിൾ അല്ല. അപ്പം ഈ 4th ഓപ്ഷൻ എന്ത് കാണിക്കൂല? ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കൂല. ഓക്കെ ആണല്ലോ? ഓക്കെ, sp2 കാർബണോ തൊട്ടടുത്ത് ഏത് കാർബൺ വരണം? sp3 കാർബൺ വരണം. ആ sp3 കാർബണിന്റെ മുകളിൽ എന്തുണ്ടാവണം? ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഏത് എഫക്റ്റ് പോസിബിൾ ആവുള്ളൂ? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. അപ്പൊ 4th ഓപ്ഷനിൽ sp2 കാർബണോട് അറ്റാച്ച് ചെയ്ത sp3 കാർബണിന്റെ മുകളിൽ ആ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് പോസിബിൾ അല്ല? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്
പോസിബിൾ അല്ല. റെഡിയാണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഈസ് മിനിമം സ്റ്റേബിൾ? ഓക്കെ, ഫ്രീ റാഡിക്കൽ ആണ്. അപ്പോൾ ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ ബേസ് ചെയ്ത് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫ്രീ റാഡിക്കൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ആണ്. ആ സെക്കൻഡറി ഫ്രീ റാഡിക്കലിന്റെ ഇപ്പുറത്ത് 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, അത് ആൽഫ ഹൈഡ്രജൻ ആറ്റം ആണ്. ഇവിടെയും 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതും ആൽഫ ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, 4 ആൽഫ. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ. ആ ഫ്രീ റാഡിക്കലിന്റെ തൊട്ടടുത്ത കാർബൺ എന്ന് പറയുമ്പോൾ ഇതാണ് ആൽഫ. ആ ആൽഫന്റെ മുകളിൽ ഒരൊറ്റ ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം 1. ഓക്കെ, ഇനി ഇവിടെ ഇതാണ് ഫ്രീ റാഡിക്കൽ. ഇത് ആൽഫയാണ്, ഇത് ആൽഫയാണ്, ഇത് ആൽഫയാണ്. ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, CH2 ആണ്. ഇവിടെയും എന്താണ്? 2 എണ്ണം ഉണ്ട്, CH2 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 7 ആൽഫ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഇനി ഇവിടെ ഇതാണ് ഫ്രീ റാഡിക്കൽ. ആ ഫ്രീ റാഡിക്കലിന്റെ തൊട്ടടുത്ത പൊസിഷൻ ആൽഫ. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, H2 ഇവിടെ 1 ഉണ്ട്. ഓക്കെ, അപ്പൊ 3 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം കൂടുമ്പം, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പം കൂടുമ്പം ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചറിന്റെ എണ്ണവും എന്താവും? കൂടും. ഓക്കെ, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം കൂടുമ്പം ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചറിന്റെ എണ്ണം കൂടും. അതിനനുസരിച്ച് ആ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റിയും എന്താവും? കൂടും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചത് ഏതാണ് മിനിമം സ്റ്റേബിൾ എന്നാണ്. മിനിമം സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാളുടെ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചറിന്റെ എണ്ണം എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അങ്ങനെ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചറിന്റെ എണ്ണം മിനിമം ആവണമെങ്കിൽ അയാളുടെ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എന്താവണം? മിനിമം ആയിരിക്കണം. അപ്പൊ ഇതിൽ എവിടെയാണ് മിനിമം നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളത് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഏതാണ്? 1 ആൽഫ ഹൈഡ്രജൻ ആറ്റം വരുന്ന കേസ്. അപ്പം സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. മിനിമം സ്റ്റെബിലിറ്റി ഉള്ള ആള്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പൗണ്ട് ഹാസ് മാക്സിമം ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ? എന്താണ് ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ? ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുക. അപ്പൊ ഹൈഡ്രജനെ ആഡ് ചെയ്യുക. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ഇതിലോട്ട് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്ത് എന്നിട്ട് ഇതിനെന്താക്കി മാറ്റുന്നു? CH3 സിംഗിൾ ബോണ്ട് CH3 ആക്കി മാറ്റുന്നു. ഈ പ്രോസസ്സിനെയാണ്, ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോജിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന എനർജി എക്സ്ചേഞ്ച്, അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന എനർജിനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം മാക്സിമം ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ കാണിക്കണമെങ്കിൽ അവിടെ മാക്സിമം ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടണ്ടേ? അപ്പം മാക്സിമം ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ മാക്സിമം എന്തുണ്ടാവണം? മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടാവണം. അപ്പൊ ആർക്കാണോ കൂടുതൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളത് അവിടെയാണ് കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുക. അപ്പൊ അവിടെയാണ് മാക്സിമം എന്തുണ്ടാവുക? ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ഓപ്ഷനിൽ ചെക്ക് ചെയ്യേണ്ടത്? എവിടെയാണ് കൂടുതൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളത്? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ആകെ ഒരൊറ്റ മൾട്ടിപ്പിൾ ബോണ്ടേ ഉള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ 2 മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. തേർഡ് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ 3 മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. ഫോർത്ത് ഓപ്ഷൻ നോക്കുമ്പോൾ വീണ്ടും എത്രയാ? 2. അപ്പൊ എവിടെയാണ് കൂടുതൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളത്? തേർഡ് ഓപ്ഷൻ. അവിടെയാണ് കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുക. അപ്പൊ അവിടെയാണ് കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രോജിനേഷൻ ഉണ്ടാവുക. അപ്പം ആൻസർ ഏതാണ്? ഓപ്ഷൻ 3. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച് ദ ഫോളോയിങ് ഇന്റർമീഡിയറ്റ് ഇൻ ദെയർ സ്റ്റെബിലിറ്റി ഓർഡർ. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത് എന്താണ്? കാർബോ കാറ്റയോൺസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കാർബോ കാറ്റയോൺസിൽ ആരാണ് കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കുക? അപ്പൊ നമ്മൾ കാർബോ കാറ്റയോന്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബോ കാറ്റയോന്റെ സ്റ്റെബിലിറ്റി റെസൊണൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റെസൊണൻസ് പോസിബിൾ ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നിട്ടുള്ള 3 കേസിൽ ഒന്ന് അലയിലാണ്. ഓക്കെ, ഫസ്റ്റ് കേസ് അലയിൽ കാറ്റയോൺ ആണ്. സെക്കൻഡ് കേസും അലയിൽ കേസ് തന്നെയാണ്, 2 ഭാഗത്തുനിന്നും വരുന്നുണ്ട്. മൂന്നാമത്തത് ഒരു ബെൻസൈൽ കാർബോ കാറ്റയോൺ ആണ്. ഓക്കെ, അപ്പൊ ബെൻസൈൽ കാർബോ കാറ്റയോൺസ് PHCH2+ എന്ന് പറയുമ്പോൾ ഇതാണ് സാധനം, ബെൻസൈൽ കാർബോ കാറ്റയോൺ. ബെൻസൈൽ കാർബോ കാറ്റയോൺ റെസൊണൻസ് പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്. ഓക്കെ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ കുറെ റെസൊണൻസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഇവിടെയും റെസൊണൻസ് പോസിബിൾ ആണ്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് റെസൊണൻസ് പോസിബിൾ ആണ്. ഇവിടെ റെസൊണൻസ് പോസിബിൾ ആണ്. ഒരു റെസൊണൻസേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ റെസൊണൻസ് പോസിബിൾ ഉള്ളത് എവിടെയാണ്?
എവിടെയാണ് ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ് കൂടുതൽ റെസൊണൻസ് പോസിബിൾ ഉള്ളത്. അപ്പൊ അതായിരിക്കും എപ്പോഴും മോർ സ്റ്റേബിൾ. ഓക്കെ, ബെൻസൈൽ കാർബോകാറ്റയോൺ. അപ്പം ബെൻസൈൽ കാർബോകാറ്റയോണിന് കൂടുതൽ റെസൊണൻസ് പോസിബിൾ ആണ്. കാരണം എന്താണ് ഇവിടെ CH2+ അല്ലേ, CH2+. അപ്പൊ എന്തായി, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്ട്രക്ചർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, CH2, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ പ്ലസ് ചാർജ് ഇവിടെ. അടുത്ത കേസിൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത റെസൊണൻസിൽ CH2 ഇവിടെ ബോണ്ടായി, ഇവിടെ പ്ലസ് ചാർജ്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ എന്താ സംഭവിക്കുക, നെക്സ്റ്റ് കേസിൽ ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ പ്ലസ് കാണുമ്പോൾ പ്ലസിന്റെ അടുത്ത് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ എന്താ, അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ ഡബിൾ ബോണ്ട് CH2, ഇവിടെ ബോണ്ട്, ഇവിടെ പ്ലസ്. ഓക്കെ, അപ്പൊ എത്ര റെസൊണൻസ് സ്ട്രക്ചർ ആയി, 4 റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് 4 റെസൊണൻസ് സ്ട്രക്ചർ വരും, ഇയാൾക്ക് എത്ര റെസൊണൻസ് സ്ട്രക്ചർ വരും, ഇയാൾക്ക് 2 വരും, ഇയാൾക്ക് 1 വരുള്ളൂ. അപ്പം കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചർ വരുന്നതിനനുസരിച്ച് അവിടെ സ്റ്റെബിലിറ്റി എന്താവും, കൂടും. അപ്പൊ ആരാണ് മോർ സ്റ്റേബിൾ, ബെൻസൈൽ കാർബോകാറ്റയോൺ. അപ്പൊ C ആണ് മോർ സ്റ്റേബിൾ, 2ാം സ്ഥാനത്ത് ആര് വരും, B വരും, 3ാം സ്ഥാനത്ത് ആര് വരും, A വരും. അപ്പം CBA, ഓപ്ഷൻ 2 നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ കാറ്റയോൺ. ലീസ്റ്റ് സ്റ്റേബിൾ. ഓക്കെ, അപ്പൊ ലീസ്റ്റ് സ്റ്റേബിൾ കാറ്റയോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ലീസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്കൊരു റെസൊണൻസ് പോസിബിൾ ആണ്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ, ഇത് അലയിലാണ്, അലയിൽ കാർബോകാറ്റയോൺ ആണ്. അപ്പൊ അലയിൽ കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്, അലയിൽ കാർബോകാറ്റയോൺ. ഓക്കെ, ഇതും അലയിലാണ് അല്ലെ, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അതിനനുസരിച്ച്. അപ്പൊ 2 റെസൊണൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റെസൊണൻസ് വരുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി എന്താവും, അവിടെ കൂടും. ഓക്കെ, റെസൊണൻസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി അവിടെ കൂടും. ഓക്കെ, ഇവിടെ ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ് 4ാമത്തെ ഓപ്ഷനിലുള്ളത്. ബെൻസൈൽ അപ്പോഴും റെസൊണൻസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. ഇത് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു റെസൊണൻസ് പോസിബിൾ അല്ല. ഓക്കെ, റെസൊണൻസ് പോസിബിൾ അല്ല, കാരണം ആ കാർബണിന്റെ മുകളിലേക്ക് തന്നെ പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യൂലല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ റെസൊണൻസ് പോസിബിൾ അല്ല എന്ന് മാത്രമല്ല, ഇതൊരു sp2 കാർബൺ ആണ്, ഇലക്ട്രോനെഗറ്റീവ് കാർബൺ ആണ്. അതിന്റെ മുകളിൽ ഏത് ചാർജ് വന്നിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫിനൈൽ കാറ്റയോൺ എന്നാണ് വിളിക്കുക. അപ്പൊ ഫിനൈൽ കാറ്റയോൺ എന്താണ്, ലെസ് സ്റ്റേബിൾ ആണ്, ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, നമുക്കറിയാം ബെൻസൈൽ കാർബോകാറ്റയോൺ, അലൈൽ കാർബോകാറ്റയോൺ, ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് വരിക, ഫിനൈൽ കാറ്റയോൺ വരിക. അപ്പൊ ലീസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഫിനൈൽ കാറ്റയോൺ. ഓക്കെ, റെഡി? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ വിച്ച് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ ആനയോൺ. ലീസ്റ്റ് സ്റ്റേബിൾ ആനയോൺ. അപ്പൊ കാർബാനിയോൺ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കാർബാനിയോണിന്റെ സ്റ്റെബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, -I ഗ്രൂപ്പിനെ ഓർ -R ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. -I ഓർ -R ഗ്രൂപ്പുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. +I ഓർ +R ഗ്രൂപ്പുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പം -I ഓർ -R ഗ്രൂപ്പുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷനും +I ഓർ +R ഗ്രൂപ്പുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അപ്പൊ നമ്മൾ ഗ്രൂപ്പിന്റെ പ്രസൻസ് നോക്കുക. ഇവിടെ ഏത് ഗ്രൂപ്പാണുള്ളത്, ഇവിടെ ഏത് ഗ്രൂപ്പാണുള്ളത്, -R ഗ്രൂപ്പാണുള്ളത്. CN മൈനസ് റെസൊണൻസ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ഇവിടെ ഉള്ളത് +R ഗ്രൂപ്പാണ്, +R ഗ്രൂപ്പാണ്. ഓക്കെ, +R ഗ്രൂപ്പിനോടൊപ്പം അയാൾക്ക് ഏത് എഫക്റ്റും ഉണ്ട്, -I എഫക്റ്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന കേസ് ഓക്കെ, OCS3 ആണ്. അപ്പോൾ OCS3 ഇങ്ങോട്ട് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുമ്പോൾ +R എഫക്റ്റ് അവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ OCS3 ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് കൂടിയാണ്. അപ്പം -I എഫക്റ്റും അവിടെ ഉണ്ട്. ഇനി മൂന്നാമത്തെ കേസ് നോക്കുമ്പോൾ ഇവിടെ CS3 ആണുള്ളത്. CS3ക്ക് ഏത് എഫക്റ്റ് ആണുള്ളത്, CS3ക്ക് +I എഫക്റ്റ് ആൻഡ് +H ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ നെക്സ്റ്റ് കേസ് ഫ്ലൂറിൻ ഏത് ഗ്രൂപ്പാണ്, -I ഗ്രൂപ്പാണ്, -I ഗ്രൂപ്പ്. ഓക്കെ, അപ്പം കാർബാനിയോണിന്റെ സ്റ്റെബിലിറ്റി -I ഗ്രൂപ്പ് ഓർ -R എഫക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ആ സ്റ്റെബിലിറ്റി എന്താവുക ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. അപ്പം ഒന്നാമത്തെ ഓപ്ഷനിൽ -I ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അത് സ്റ്റേബിൾ ആണ്. ഒന്നാമത്തെ സ്റ്റേബിൾ ആണ്, 4ാമത്തതും സ്റ്റേബിൾ ആണ്. ഓക്കെ, 2ാമത്തതിലും ഒരു -I ഗ്രൂപ്പിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്, അപ്പൊ അയാളും എന്താണ്, സ്റ്റേബിൾ ആണ്. +R ഉണ്ടെങ്കിലും അവിടെ -I എഫക്റ്റിന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ മൂന്നാമത്തെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ആരാണ്, +I ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. +I ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി എന്താവുക ചെയ്യുക, കുറയാണ് ചെയ്യുക. അപ്പൊ ലീസ്റ്റ് സ്റ്റേബിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ എന്ത് ആൻസർ ആയിട്ട് കൊടുക്കും, ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് കൊടുക്കും.
ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വിച്ച് ഈസ് മാക്സിമം സ്റ്റേബിൾ ഫ്രീ റാഡിക്കൽ. ഇപ്പൊ ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണ്, ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ tertiary free radical than secondary free radical than primary free radical. ഓക്കെ, അപ്പം മാക്സിമം സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായി തന്നിട്ടുള്ളത് അലൈൽ ഫ്രീ റാഡിക്കൽ. അപ്പൊ ബെൻസൈൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ അലൈൽ വരും. ഓക്കെ, അപ്പൊ അലൈലിന് എന്തുണ്ട്, റെസൊണൻസ് ഉണ്ട്. അപ്പൊ റെസൊണൻസ് ഉള്ള ഫ്രീ റാഡിക്കൽ മോർ സ്റ്റേബിൾ ആയിരിക്കും. അടുത്തതും അതേപോലെ തന്നെയാണ്, അലൈൽ പോലെ തന്നെയാണ്. ഓക്കെ, അവിടെയും റെസൊണൻസ് പോസിബിൾ ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഏതാണ്, ബെൻസൈൽ ആണ്. ബെൻസൈൽ. ഓക്കെ, ഇതെന്താണ്, ജസ്റ്റ് ഫിനൈൽ ആണ്, ഫിനൈൽ ഫ്രീ റാഡിക്കൽ റെസൊണൻസ് പോസിബിൾ അല്ല, ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് അത് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ബാക്കി വരുന്ന കേസ് റെസൊണൻസ് പോസിബിൾ ആണ്. ആർക്കാണോ കൂടുതൽ റെസൊണൻസ് പോസിബിൾ ആയിട്ടുള്ളത് അയാളായിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ. അപ്പൊ ഇവിടെ തന്നതിൽ കൂടുതൽ റെസൊണൻസ് പോസിബിൾ ആയിട്ടുള്ളത് ഏതിനാണ്, ബെൻസൈലിനാണ്. അപ്പൊ ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ആണ് എന്തായിട്ടുള്ളത്, മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മാക്സിമം സ്റ്റെബിലിറ്റി കാണിക്കുന്ന ഫ്രീ റാഡിക്കൽ ഏതാണ്, ബെൻസൈൽ ഫ്രീ റാഡിക്കൽ. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അസിഡിറ്റിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫിനോൾ അവിടെ തന്നിട്ടുണ്ട്. ആ ഫിനോളിൽ ആരാണ് മോസ്റ്റ് അസിഡിക്. അപ്പം അസിഡിക് ക്യാരക്ടറിന്റെ കേസ് നോക്കുന്ന സമയത്തും അസിഡിക് ക്യാരക്ടറിനെയും ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓർ റെസൊണൻസ് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അസിഡിക് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -I ഗ്രൂപ്പ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു +I ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഫിനോളിന്റെ മുകളിൽ ഇവിടെ ബെൻസീൻ റിംഗിന്റെ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് NO2 ഗ്രൂപ്പും രണ്ടാമത്തത് CS3 ഗ്രൂപ്പും. NO2 ഗ്രൂപ്പ് ഏത് ടൈപ്പ് ഗ്രൂപ്പാണ്, -I ഗ്രൂപ്പാണ്. ഓക്കെ, +I CS3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്, +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, മൈനസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. നൈട്രോ ഗ്രൂപ്പ്, സൈനോ ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്, COH ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഫിനൈൽ, ഇതൊക്കെ എന്താണ് -I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പ്സ് നോർമലി CS3, CH2 ഇതൊക്കെ എന്താണ്, +I എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ -I ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടും, +I എഫക്റ്റ് ഉണ്ടെങ്കിൽ അസിഡിക് ക്യാരക്ടർ എന്താവും, കുറയും. അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഇവിടെ ഒരു +I ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, +I ഗ്രൂപ്പ് ഉള്ള ആൾക്ക് അസിഡിക് ക്യാരക്ടർ എന്തായിരിക്കും, അതിന്റെ നോർമൽ ആസിഡിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഫിനോളിനേക്കാൾ ഇയാളുടെ അസിഡിക് ക്യാരക്ടർ എന്താണ്, കുറവാണ്. അപ്പൊ ഏറ്റവും കുറവ് ആർക്കാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മനസ്സിലായി, ഏറ്റവും കുറവ് 2 ആണെന്ന് മനസ്സിലായി. പക്ഷെ 3 ഓപ്ഷനിൽ 2 ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അത് വെച്ച ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഓക്കെ, NO2 ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് പിന്നെ ഉള്ളത്. അപ്പൊ NO2 ഗ്രൂപ്പ് ഉള്ള ആൾ എന്ന് പറയുമ്പോൾ -I ഗ്രൂപ്പ് ആണല്ലോ. -I ഗ്രൂപ്പ് ഉള്ള ആൾക്ക് അസിഡിക് ക്യാരക്ടർ അതിന്റെ നോർമൽ പാരന്റ് ആസിഡിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ഫിനോളിനേക്കാൾ അസിഡിക് ക്യാരക്ടർ കൂടുതലായിരിക്കും ഇവർ രണ്ടുപേർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഏറ്റവും കുറവുള്ള ആൾ എന്ന് പറയുന്നത് +I ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾ. അപ്പൊ 2 ആണ് ഏറ്റവും കുറവുള്ളത്. പിന്നെ ആര് വരും, ഫിനോൾ വരും. ഓക്കെ, ഒന്നാമത്തെ ആൾ. ഫിനോളിനേക്കാൾ കൂടുതലാണ് NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾക്ക്. ഓക്കെ, ഫിനോളിനേക്കാൾ കൂടുതലാണ് NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൾക്ക്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, ഇവിടെ NO2 ഗ്രൂപ്പ് വന്നിട്ടുള്ള പൊസിഷൻ നോക്കുക. ഒന്ന് പാരാ പൊസിഷനിലും പിന്നെ ഒന്ന് മെറ്റാ പൊസിഷനിലാണ്. ഓക്കെ, അപ്പം ഈ NO2ന്റെ ഒക്കെ റെസൊണൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ NO2ന്റെ കേസിൽ ഇതിന്റെ റെസൊണൻസ് നോക്കുമ്പോൾ അതിന്റെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും പോസിറ്റീവ് ചാർജ് വരും. രണ്ട് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എന്ത് വരുന്നുണ്ട്, റെസൊണൻസിൽ പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ NO2ന്റെ കേസ് നോക്കുമ്പോൾ അതിന്റെ ഓർത്തോ പൊസിഷനിൽ പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ്, അതേപോലെ തന്നെ പാരാ പൊസിഷനിലും എന്ത് വരും, പോസിറ്റീവ് ചാർജ്. അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഓക്കെ, നമ്മളിപ്പോൾ NO2 ഗ്രൂപ്പ് വെച്ചിട്ട് റെസൊണൻസ് സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞാൽ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഏത് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഈ പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോണെ വലിക്കാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ഇവിടുന്ന് വേഗം ഇലക്ട്രോണെ വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ ഈ OH ബോണ്ട് പൊട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്, OH ബോണ്ട് പൊട്ടാനുള്ള പോസിബിലിറ്റി കൂടും. കാരണം ഈ പോസിറ്റീവ് ചാർജുള്ള സ്പീഷീസ് ഇവിടുന്ന് ഇലക്ട്രോൺ പേരിനെ വേഗം ഇങ്ങോട്ട് വലിക്കും.
അപ്പോൾ ഓക്സിജന്റെ അടുത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഓക്സിജൻ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോണ്ട് വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അയാൾ വേഗം എന്തിനെ കൊടുക്കും, H+നെ കൊടുക്കും. വേഗം H+നെ കൊടുക്കുന്ന ആൾ ആണ് മോസ്റ്റ് അസിഡിക്. ഓക്കെ, അപ്പം നമ്മൾ 3ഉം 4ഉം നോക്കുമ്പോൾ H+നെ വേഗം കൊടുക്കാൻ ടെൻഡൻസി ഉള്ളത് ആർക്കാണ്, 4ത്തിനാണ്. അപ്പൊ 4th ആണ് ഇവിടെ മോസ്റ്റ് അസിഡിക് ആയിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ആര് വരും, 3. അപ്പൊ 4, 3, 1, 2 അതാണ് നമ്മുടെ ഓർഡർ. ഓക്കെ, റെഡി അല്ലേ? ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ഈസ് സ്ട്രോങ്ങർ ബേസ് ദാൻ CS3 CH2 NH2. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നമ്മൾ നല്ല ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അയാൾ അതിന്റെ മുകളിലുള്ള ഇലക്ട്രോൺ പെയറിനെ വേഗം കൊടുക്കണം. ഓക്കെ, ഇലക്ട്രോൺ പെയർ ഡോണർ ആണ് നല്ല ബേസ്. അപ്പൊ ആരാണോ മോർ ഇലക്ട്രോൺ ഡെൻസ് ആയിട്ടുള്ളത് അയാൾ വേഗം ഇലക്ട്രോൺ പെയറിനെ കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്. പക്ഷേ ഈ ഇലക്ട്രോൺ പെയറിനെ വേഗം കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ, ആ ഇലക്ട്രോൺ പെയർ ആ കോമ്പൗണ്ടിന്റെ അരോമാറ്റിസിറ്റിയിൽ ഇൻവോൾവ് ആകുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അരോമാറ്റിസിറ്റിയിൽ ഇൻവോൾവ് ആകുന്ന ആളായതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ പെയറിനെ നമുക്ക് പുറത്തേക്ക് വേഗം കൊടുക്കാൻ പറ്റൂല. അപ്പൊ അയാളുടെ ബേസിക് ക്യാരക്ടർ എന്താണ്, കുറവാണ്. അപ്പൊ ലെസ് ബേസിക് ആണ്, ബിക്കോസ് ഇലക്ട്രോൺ പെയർ ഈസ് ഇൻവോൾവ് ഇൻ അരോമാറ്റൈസേഷൻ. ഓക്കെ, ഇനി ഇവിടെയും ഉണ്ട് ഇലക്ട്രോൺ പെയർ. ഈ ഇലക്ട്രോൺ പെയറിനെ വേഗം കൊടുക്കാൻ പറ്റുമോ? ഈ ഇലക്ട്രോൺ പെയറിനെ വേഗം കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ, ആ ഇലക്ട്രോൺ പെയർ അവിടെ റെസൊണൻസിൽ ഇൻവോൾവ് ആകുന്നു. ഓക്കെ, അപ്പൊ ലെസ് ബേസിക് ആണ്. കാരണം എന്താ, ഇലക്ട്രോൺ പെയർ ഈസ് ഇൻവോൾവ് ഇൻ റെസൊണൻസ്. ഇവിടെ ഇലക്ട്രോൺ പെയർ ഇൻവോൾവ് ഇൻ അരോമാറ്റിക് ക്യാരക്ടർ. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുമ്പോൾ അടുത്തതിലും അതേപോലെ നൈട്രജന്റെ മോളിൽ ഇലക്ട്രോൺ പെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ പറ്റൂല. അവിടെയും എന്തുണ്ട്, റെസൊണൻസ് ഉണ്ട്. ഓക്കെ, ഇയാളും ലെസ് ബേസിക് ആണ്. കാരണം അവിടെയും ഇലക്ട്രോൺ പെയർ എന്തിൽ ഇൻവോൾവ് ആകുന്നു, റെസൊണൻസിൽ ഇൻവോൾവ് ആകുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നൈട്രജനോട് അറ്റാച്ച് ചെയ്ത് 2 +I ഗ്രൂപ്പ് ഉണ്ട്. ഇതും +I ഗ്രൂപ്പാ, ഇതും +I ഗ്രൂപ്പാ. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുക, ഇവർ രണ്ടുപേരും ഈ നൈട്രജൻ ഇങ്ങനെ വെറുതെ ഇലക്ട്രോണെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ നൈട്രജന്റെ മുകളിൽ വരുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താണ്, വളരെ കൂടുതലാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ ഹൈ ആണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഹൈ ആയതുകൊണ്ട് അയാൾ വേഗം ഇലക്ട്രോൺ പെയറിനെ കൊടുക്കും. ഇലക്ട്രോൺ പെയറിനെ ഈസി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇയാൾ എന്താണ്, മോർ ബേസിക് ആണ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് സ്ട്രോങ്ങർ ബേസ് ദാൻ CS3 CH2 NH2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആരാണ് മോർ ബേസ്, ആരാണോ വേഗം ഇലക്ട്രോണെ കൊടുക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്തുള്ള ഇലക്ട്രോൺ പെയർ ഡൊണേഷന് തയ്യാറായിരിക്കും എപ്പോഴും. അത് വേറെ പണിക്കൊന്നും പോവില്ല. ഓക്കെ, അപ്പം ഈ 4th ഓപ്ഷനിൽ വരുന്ന നൈട്രജന്റെ മുകളിലുള്ള ഇലക്ട്രോൺ പെയർ ഡൊണേഷൻ തയ്യാറാണ്. അപ്പൊ അയാൾ വേഗം ഇലക്ട്രോൺ അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അയാൾ മോസ്റ്റ് ബേസിക് ആയിരിക്കും. അപ്പം CS3 CH2 NH2 മോർ ബേസിക് ആരാണ്, ഓപ്ഷൻ 4. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പൊ എന്താ ഈ ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കാനുള്ള കണ്ടീഷൻ എന്താ? ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കാൻ എന്തോ കണ്ടീഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാ? നമ്മൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു മൾട്ടിപ്പിൾ ബോണ്ട് വേണം. മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാർ മാത്രമേ എന്ത് കാണിക്കുള്ളൂ, ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ, വേറെയും കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അവിടെ മസ്റ്റ് ആയിട്ട് എന്തുണ്ടാവണം, ഒരു എക്സ്റ്റേണൽ അറ്റാക്കിംഗ് ഏജന്റ് വേണം. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈലോ ഇലക്ട്രോഫൈലോ അവിടെ വേണം. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ CH2 ഡബിൾ ബോണ്ട് CH2 ഇവിടെ H+ വന്നാൽ H+ അറ്റാക്ക് ചെയ്യുമ്പം ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് H+ എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ CH2+ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഒരു എക്സ്റ്റേണൽ ഏജന്റ് വേണം, ഒരു മൾട്ടിപ്പിൾ ബോണ്ടും വേണം. എന്നാൽ മാത്രമേ അവിടെ ഇലക്ട്രോമെറിക് എഫക്റ്റ് പോസിബിൾ ആവുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്ക്, ഓപ്ഷൻ 1 അവിടെ എന്തുണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്ക് ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കാം. അപ്പൊ ഇവിടെ പറ്റും. ഓക്കെ, ഓപ്ഷൻ 3 മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അവിടെ എന്ത് കാണിക്കാം, ഇലക്ട്രോമെറിക് എഫക്റ്റ് കാണിക്കാം. പക്ഷേ ഓപ്ഷൻ 2 അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ബോണ്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ബോണ്ട് വന്നിട്ടില്ല. അപ്പൊ അവിടെ എക്സ്റ്റേണൽ ഏജന്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇലക്ട്രോമെറിക് എഫക്റ്റ് അവിടെ എന്തല്ല, പോസിബിൾ അല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഷോ ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ
if isopropyl chloride and ethyl chloride both react with sodium in presence of dry ether, which alkane are obtained? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇഫ് ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ് ആൻഡ് ഈഥൈൽ ക്ലോറൈഡ് ബോത്ത് റിയാക്ട് വിത്ത് സോഡിയം. അപ്പം ഒരു ഹാലോ ആൽക്കെയിൻ സോഡിയം മെറ്റലുമായിട്ട് ഡ്രൈ ഈഥറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. അത് ഏതാ റിയാക്ഷൻ? ഏതാണ്? നിങ്ങൾക്കറിയാം ഏതാണ് റിയാക്ഷൻ? ഏതാണ്? വൂഡ്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, വൂഡ്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ വൂഡ്സ് റിയാക്ഷനിൽ ഇവിടെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡുകൾ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഒന്ന് CS3 CH3Cl ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ്, സെക്കൻഡ് CS3 CH2 CS3 CH2Cl. ഇവരെന്തായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? സോഡിയവുമായിട്ട് ഡ്രൈ ഈഥറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റാ കിട്ടുക. നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടും സെയിം ഹാലോ ആൽക്കെയിൻ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ് കിട്ടും. ഡിഫറെന്റ് ഹാലോ ആൽക്കെയിൻ ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. ഇവിടെ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് കിട്ടും? ഒന്ന്, ഈ ഒരു ക്രോസ് വൂഡ്സ് റിയാക്ഷൻ CS3 CH CS3 Cl പ്ലസ് Na പ്ലസ് CS3 CH2 Cl. ഇവർ റിയാക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്, അതാണ് ഒന്നാമത്. ഈ രണ്ട് Clഉം Na കൂടെ അങ്ങ് പോകും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവർ ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? CS3 CH CS3 CH2 CS3. ഇതാണ് ഒരു പ്രൊഡക്റ്റ്. എന്താണ് ഇതിന്റെ പേര്? 2-methyl butane. ഇതാണ് ഒന്ന് കിട്ടും. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ CS3 CH CS3 Cl ഉണ്ടല്ലോ, ഐസോപ്രോപ്പൈൽ ക്ലോറൈഡ്, അവർ തന്നെ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യും. കാരണം നമ്മൾ എടുക്കുന്നത് ഒരു സിംഗിൾ മോളിക്യൂൾ അല്ല. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ഒരു മിക്സ്ചർ ഓഫ് മോളിക്യൂൾ, അതിൽ ഒരുപാട് മോളിക്യൂൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവർ കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ ഇവർ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ഇവർ സോഡിയായിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യും. എന്നിട്ട് NaCl എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ബാക്കി വരുന്ന പ്രൊഡക്റ്റ് എന്താ? CS3 CH CS3 എന്താണ് ഇതിന്റെ നെയിം? 2,3-dimethyl butane. അത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഈ ഈഥൈൽ ക്ലോറൈഡ് തന്നെ മിക്സ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ആര്? ഈഥൈൽ ക്ലോറൈഡ് മിക്സ് ചെയ്യുന്നു. CS3 CH2Cl ഓക്കെ പ്ലസ് 2Na CS3 CH2Cl. അപ്പം ഇവിടെ സോഡിയം ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യും. ബാക്കി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്യുന്നു. അപ്പൊ CS3 CH2, ഇവിടുന്ന് CS3 CH2, ഇവിടുന്നും CH2 CS3. അപ്പൊ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്? ബ്യൂട്ടെയിൻ. അപ്പൊ നമുക്കൊരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റാ കിട്ടും. ആരൊക്കെ കിട്ടും? ബ്യൂട്ടെയിൻ കിട്ടും. ഓക്കെ, ബ്യൂട്ടെയിൻ കിട്ടുമെന്ന് വെച്ചാൽ ബ്യൂട്ടെയിൻ കിട്ടും. 2-methyl butane ഉണ്ടോ എന്ന് വെച്ചാൽ 2-methyl butane ഉണ്ട്. ഓക്കെ, 2,3-dimethyl butane ഉണ്ടോ എന്ന് വെച്ചാൽ 2,3-dimethyl butane ഉണ്ട്. അപ്പൊ ഏതാ ആൻസർ? ഓൾ ഓഫ് ദം, ഓപ്ഷൻ 4. റെഡി ആണല്ലോ? അപ്പൊ വൂഡ്സ് റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വൂഡ്സ് റിയാക്ഷൻ ആണ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു? ഹാലോ ആൽക്കെയിനും സോഡിയവും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഡിഫറെന്റ് ഹാലോ ആൽക്കെയിനാണ് റിയാക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഓക്കെ, മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റിൽ ഒരു ഹാലോ ആൽക്കെയിനും രണ്ടാമത്തെ ഹാലോ ആൽക്കെയിനും തമ്മിലുള്ള ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ എന്താണ്? അവിടെ 3 ടൈപ്പ് റിയാക്ഷൻ ആണ്. AB റിയാക്ഷൻ, AA റിയാക്ഷൻ, BB റിയാക്ഷൻ. ഇങ്ങനെ 3 ടൈപ്പ് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. റെഡി ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, when an haloalkane with beta hydrogen is heated with alcoholic solution of KOH, the product and the type of mechanism is. ഓക്കെ, അപ്പൊ ആൽക്കഹോളിക് KOHുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു ഹാലോ ആൽക്കെയിനെ ആൽക്കഹോളിക് KOHുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക് KOH നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ്? അത് എലിമിനേഷൻ ആണ്. നമുക്കറിയാം, എലിമിനേഷൻ. ഓക്കെ, ബീറ്റ ഹൈഡ്രജൻ ആറ്റമുള്ള കേസ് ആണെങ്കിൽ അതെന്താണ്? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ആൽക്കഹോളിക് KOH നമ്മൾ എലിമിനേഷൻ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ്. ഓക്കെ, അപ്പൊ ഹാലോ ആൽക്കെയിനെ നമ്മൾ എലിമിനേഷൻ നടത്തി കഴിഞ്ഞാൽ, എലിമിനേഷൻ നടത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഡീഹൈഡ്രോ ഹാലജനേഷൻ. ഹാലജനും ഹൈഡ്രജനും റിമൂവ് ചെയ്യപ്പെട്ടിട്ട് അതെന്തായിട്ടാണ് മാറുക? ആൽക്കീൻ ആയിട്ടാണ് മാറുക. നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ആൽക്കീൻ. ഏതാണ് റിയാക്ഷൻ? ബീറ്റ എലിമിനേഷൻ. ഓക്കെ, ദെൻ അടുത്തത് നമ്മളൊരു ആൽക്കൈനിലോട്ട് എന്താഡ് ചെയ്യുന്നു?
ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഏത് റിഡക്ഷൻ ആണ്? ബിർച്ച് റിഡക്ഷൻ റിയാക്ഷൻ. ബിർച്ച് റിഡക്ഷൻ റിയാക്ഷനിൽ ആരാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക നമുക്ക്? ട്രാൻസ് ഐസോമർ. അപ്പൊ ഇതിന്റെ ട്രാൻസ് ഐസോമർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടിട്ട് നമുക്ക് ട്രാൻസ് ഐസോമർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ട്രാൻസ് ഐസോമർ, ട്രാൻസ് ആൽക്കീൻ. ഓക്കെ, അപ്പൊ ട്രാൻസ് ആൽക്കീൻ ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ട്രാൻസ് ആൽക്കീൻ ഏതാ കാണിച്ചിട്ടുള്ളത്? ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ 3 സിസ് ആൽക്കീൻ ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 2 നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ദെൻ അടുത്തത് എന്താണ്? ഒരു ഡൈ ഹാലോ ആൽക്കേൻ തന്നിട്ട് അതിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യാണ്. ഏതാണ് അവിടുത്തെ റിയാക്ഷൻ? നമ്മൾ റിയേജന്റ് വെച്ചിട്ട് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാ റിയാക്ഷൻ? ഡീഹാലോജനേഷൻ. ഡീഹാലോജനേഷൻ. ഹാലജൻ അങ്ങ് പോവും. അപ്പൊ ഈ 2 ബ്രോമിൻ അങ്ങ് പോവും. അപ്പൊ ഒരു ബ്രോമിൻ ബോണ്ടിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവര് സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ZnBr2 ആയിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പൊ നമുക്കൊരു ആൽക്കീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽക്കീൻ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ എവിടെയാണ് ഡബിൾ ബോണ്ട് വരുന്നത്? രണ്ടാമത്തെ കാർബണിന്റെ മോള്. അപ്പൊ രണ്ടാമത്തെ കാർബണിന്റെ മോള് ഡബിൾ ബോണ്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. CH3 CH ഡബിൾ ബോണ്ട് CH CH3. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീൻ തന്നിട്ടുണ്ട്. അൺസിമെട്രിക്കൽ ആൽക്കീനിലോട്ട് നമ്മൾ ഹൈഡ്രജൻ അയോഡൈഡ് ആഡ് ചെയ്യുന്നു, ഹാലജൻ ആസിഡ്. ഓക്കെ, അപ്പൊ അൺസിമെട്രിക്കൽ ആൽക്കീനിലോട്ട് നമ്മൾ ഹാലജൻ ആസിഡ് ആഡ് ചെയ്യുമ്പം അവിടെ ഏത് റൂള് ഫോളോ ചെയ്യപ്പെടുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്? മാർക്കോണിക്കോഫ് റൂള് ഫോളോ ചെയ്യപ്പെടുന്ന പഠിച്ചിട്ടുള്ളത്. എന്താണ് ഈ മാർക്കോണിക്കോഫ് റൂള്? മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന മോളിക്യൂളിന്റെ നെഗറ്റീവ് പാർട്ട്, ഓക്കെ, അഡൻറ്റത്തിന്റെ നെഗറ്റീവ് പാർട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബണിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന പഠിച്ചത്. അപ്പം ഇവിടെ HI എന്ന് പറയുമ്പോൾ H+ഉം I-ഉം. അപ്പൊ H+ഉം I-ൽ ഈ I- പോയിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും? ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബൺ. അപ്പൊ ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബൺ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ആൽക്കീൻ പാർട്ടിൽ ഡബിൾ ബോണ്ടഡ് പാർട്ട് ആൽക്കീനിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ആ ആൽക്കീനിൽ ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബൺ ഏതാണ്? അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്. ഇതെന്താ സാധനം? ഈ കാർബണിന്റെ വാലൻസി നോക്ക്. ഈ കാർബണിന്റെ വാലൻസി, ഈ കാർബണിന്റെ എത്ര വാലൻസി ഫീൽഡ് ആണ്? 1 2 3 3 ഫീൽഡാണ്. അപ്പൊ ബാക്കി അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1. ഓക്കെ, അപ്പൊ ഒരു ഹൈഡ്രജൻ ആറ്റം അവിടെ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ നോക്ക്, ഈ കാർബണിന്റെ എത്ര വാലൻസി ഫീൽഡാ നോക്കുക. ഈ കാർബണിന്റെ എത്ര വാലൻസി ഫീൽഡാ? 1 2 3 4 4 ഫീൽഡാ. അപ്പൊ അവിടെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ നമ്പർ എത്രയാ? 0. അപ്പൊ ലെസ് നമ്പർ ഏതാണ്? ഈ കാർബൺ. ഈ കാർബണിന്റെ മുകളിലോട്ട് ആര് വരും? നെഗറ്റീവ് പാർട്ട്. നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആര്? I-. അപ്പൊ I- ഇവിടെ അറ്റാച്ച് ചെയ്യും, H പോയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓക്കെ, അഡീഷൻ ആണ്. അഡീഷൻ നടന്നാൽ ഡബിൾ ബോണ്ട് എന്തായി മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ 1. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ? ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അൺസിമെട്രിക്കൽ ആൽക്കീൻ. ആ അൺസിമെട്രിക്കൽ ആൽക്കീനിലോട്ട് നമ്മൾ HBr ആഡ് ചെയ്യുന്നു. HBr ആഡ് ചെയ്യുന്നത് പെറോക്സൈഡിന്റെ പ്രസൻസിലാണ്. പെറോക്സൈഡിന്റെ പ്രസൻസിലാകുമ്പോൾ ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണ്. ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ നടക്കുമ്പോൾ അതിനെ നമ്മൾ പെറോക്സൈഡ് എഫക്റ്റ്, ക്രാഷ് എഫക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അവിടെ ഫോളോ ചെയ്യപ്പെടുന്ന മെക്കാനിസം ഏത് മെക്കാനിസം ആണ്? ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് അതേ അൺസിമെട്രിക്കൽ ആൽക്കീനോട് നമ്മൾ HCl ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. അപ്പൊ പെറോക്സൈഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയും ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആണെന്ന്. അല്ല, ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആര് മാത്രമേ തരുന്നുള്ളൂ? HBr മാത്രമേ തരുന്നുള്ളൂ. HBr മാത്രമേ ആ ഒരു കണ്ടീഷനിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുള്ളൂ. HCl തരുന്നില്ല, HI തരുന്നില്ല. അപ്പൊ ഇവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം അല്ല, ഇവിടെ ഫോളോ ചെയ്യപ്പെടുന്നത് മാർക്കോണിക്കോഫ് അഡീഷൻ തന്നെയാണ്. അപ്പൊ അവിടെ കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുക. അപ്പൊ അവിടെ ഫ്രീ റാഡിക്കൽ ഉണ്ടാവൂല. ഓക്കെ, അടുത്തത് നമ്മൾ ക്ലോറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. CH3 CH ഡബിൾ ബോണ്ട് CH2. അതിലോട്ട് നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്യുന്നു അറ്റ് ഹൈ ടെമ്പറേച്ചർ 500 ഡിഗ്രി. അപ്പൊ 500 ഡിഗ്രിയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പൊ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടന്നിട്ടുള്ളത്. റിയാക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഹൈ എനർജിയിൽ ക്ലോറിൻ
എന്ത് ചെയ്യും, ഫ്രീ റാഡിക്കൽ ആയിട്ട് മാറും. ഫ്രീ റാഡിക്കലായി മാറിയിട്ട് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ നടക്കുന്നത്, ഫ്രീ റാഡിക്കൽ. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിൽ ഓർ ഹീറ്റിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. ഇവിടെയും അത് തന്നെ, ലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിലോ ഹീറ്റിന്റെ പ്രസൻസിലോ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടാണ് നടക്കുക, ഫ്രീ റാഡിക്കൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടാണ് നടക്കുക. അപ്പോൾ ഓപ്ഷൻ എയിലും സിയിലും ഡിയിലും ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട്, ബിയിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നില്ല. അവിടെ പെറോക്സൈഡിനെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആര് മാത്രമേ തരുള്ളൂ, HBr മാത്രമേ തരുള്ളൂ. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ കൊടുക്കാം, എയും സിയും ഡിയും ആൻസർ ആയിട്ട് കൊടുക്കാം, എയും സിയും ഡിയും. അപ്പൊ ഓപ്ഷൻ 4. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്, മെർക്കുറിക് സൾഫേറ്റിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും പ്രസൻസിൽ ഒരു ആൽക്കൈനിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രേഷൻ റിയാക്ഷൻ നടത്തുകയാണ്. അപ്പൊ ഇവിടെ തന്ന ആൽക്കൈൽ PHC ട്രിപ്പിൾ ബോണ്ട് CH, ഇതിലോട്ട് അഡീഷൻ ഓഫ് വാട്ടർ ആണ് ഇവിടെ നടക്കുക. ഓക്കെ, വാട്ടർ അവിടെ തന്നിട്ടില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, സൾഫ്യൂരിക് ആസിഡിന്റെയും HgSO4ന്റെയും പ്രസൻസ്. അപ്പൊ അവിടെ എന്തായിരുന്നു സംഭവിക്കുക, അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മാർക്കോണിക്കോഫ് അഡീഷൻ പ്രകാരം ഇവിടെ അഡീഷൻ നടക്കും. അപ്പൊ നോക്കിക്കേ, മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം അവിടേക്ക് എന്ത് സംഭവിക്കുകയാണ്, അഡീഷൻ നടക്കുകയാണ്. അപ്പോൾ OH ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു, ലെസ് നമ്പർ ഹൈഡ്രജനുള്ള കാർബണിന്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്തു, H പോയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, PHCOH ഡബിൾ ബോണ്ട് CH2 എന്ന് കിട്ടും. പക്ഷെ ഇത് ഇനോൾ ആണ്. ഓക്കെ, അപ്പൊ ഇനോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവിടെ റീഅറേഞ്ച്മെന്റ് നടത്തും, ടോട്ടോമറിസം ഉണ്ടാവും. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, OHന്റെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ സമയത്ത് തന്നെ ഈ ബോണ്ട് ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പൊ ആ ബോണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാർബണിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരും, അതിന്റെ മുകളിലോട്ട് ആര് വരും, H പോകും. അതൊരു 1,3 മൈഗ്രേഷൻ ഓഫ് H+ അയോൺ ആണ്, ടോട്ടോമറിസം ആണ്. അപ്പൊ ടോട്ടോമറിസം നടന്നിട്ട് നമുക്ക് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് അവിടെ കിട്ടും. ഏതാണ് ആ കോമ്പൗണ്ട്, C ഡബിൾ ബോണ്ട് O CS3. അപ്പൊ PHC ഡബിൾ ബോണ്ട് O CS3 എന്ന് പറയുന്ന കീറ്റോൺ ആണ് അവിടെ കിട്ടുക. ഏതാണ് ഇത്, കീറ്റോൺ C6H5CO CS3. ഓക്കെ, അപ്പൊ അസറ്റോഫിനോൺ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ കിട്ടും. റെഡി? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നൈട്രേഷൻ ഓഫ് ബെൻസീൻ. അപ്പൊ ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെൻസീനെ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീന്റെ മുകളിൽ ഏത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും, NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ആ NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. NO2 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NO2+ നൈട്രോണിയം അയോൺ ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ നൈട്രോണിയം അയോൺ എന്ന് പറയുന്നത് ഇയാൾ ആരാ, ന്യൂക്ലിയോഫൈൽ ആണോ ഇലക്ട്രോഫൈൽ ആണോ, ഇയാൾ ആരാണ്, ഇയാൾ ഇലക്ട്രോഫൈൽ ആണ്, കാരണം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽ ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽ പോയിട്ട് ബെൻസീറിങ്ങിന്റെ മോള് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അവിടുത്തെ പ്രോസസ് എന്താണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അവിടെ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, എന്നിട്ട് അവരുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ റിയാക്ടിവിറ്റി ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അപ്പം ഈ ഒരു കോമ്പൗണ്ടിലോട്ട് ഒരു ഇലക്ട്രോഫൈൽ വരണമെങ്കിൽ, ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ആ ഇലക്ട്രോഫൈൽ വേഗം വരണമെങ്കിൽ ഇവരുടെ മുകളിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കണം, ഇയാൾക്ക് വേണ്ടത് ആരെയാണ്, ഇലക്ട്രോണെയാണ്. ഓക്കെ, ഇലക്ട്രോണെ കിട്ടിയാൽ അവിടേക്ക് അയാൾ വേഗം പോകും. അപ്പം ഈ കോമ്പൗണ്ടിൽ എവിടെയാണോ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത് അങ്ങോട്ടായിരിക്കില്ലേ ഈ ഇലക്ട്രോഫൈലിന് പോകാൻ താല്പര്യം കൂടുതൽ, അല്ലേ? അങ്ങനെ ആയിരിക്കില്ലേ? അപ്പൊ നോക്ക്, നിങ്ങൾ ഈ ഇലക്ട്രോഫൈൽ നോക്കും, ഓരോ സ്ഥലത്ത് നോക്കും. ഇവിടെ ബെൻസീൻ റിങ്, ഓക്കെ, ഇവിടെ ഒരു CS3 ഗ്രൂപ്പ് ഉണ്ട്. CS3 ഗ്രൂപ്പ് എന്ത് ചെയ്യും, CS3 ഗ്രൂപ്പിന് എന്താണ്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, +I എഫക്റ്റ് ഉണ്ട്. അപ്പോൾ +I എഫക്റ്റ് ഉള്ളത് കൊണ്ട് അയാൾ കുറച്ച് ഇലക്ട്രോൺ ഇവിടെ കൊടുക്കും, ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ OH ഗ്രൂപ്പ് ആണ്, OH ഗ്രൂപ്പിന് +R എഫക്റ്റ് ഉണ്ട്. +R എഫക്റ്റിന്റെ സ്ട്രെങ്ത് +I എഫക്റ്റിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പൊ അയാൾ നല്ലോണം ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും, കുറച്ചും കൂടി കൂടുതലായിരിക്കും.
ഓക്കെ, ഇനി അടുത്തതാരാ? നൈട്രോ ഗ്രൂപ്പ് അല്ലേ. നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഏത് എഫക്റ്റാ? -R എഫക്റ്റ് അല്ല ഉള്ളത്. -R എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇലക്ട്രോണെ ഇങ്ങോട്ട് വലിക്കല്ലേ ചെയ്യുക. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോവല്ലേ ചെയ്യുക. അങ്ങനെ ഇവിടുന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി എന്താവുക ചെയ്യുക? ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കുറയല്ലേ ചെയ്യുക. ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞാൽ അങ്ങോട്ട് ഇലക്ട്രോഫൈൽ വരുമോ? ഇല്ല. അപ്പൊ ഇലക്ട്രോഫൈൽ വരണമെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത് ആർക്കാ? ഇയാൾക്കാ, ഫിനോളിനാണ്. അപ്പോൾ ഫിനോളിനോട് അറ്റാച്ച് ചെയ്യാനായിരിക്കും ഇലക്ട്രോഫൈലിന് ടെൻഡൻസി കൂടുതൽ. അപ്പം റിയാക്ടിവിറ്റി കൂടുതലുള്ളത് ആർക്കാണ്? ഫിനോളിനാണ്. ഓക്കെ, അപ്പൊ 3ക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആർക്കാ? പിന്നെ അവിടെ ടുളുവിനും ഉണ്ട്, ബെൻസീനും ഉണ്ട്. ഓക്കെ, ബെൻസീനിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നൊന്നുമില്ല. ഓക്കെ, അപ്പം പക്ഷെ ടുളുവിൽ +I എഫക്റ്റ് CS3 ഗ്രൂപ്പിനുള്ളത് കൊണ്ട് അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നുണ്ട്. അപ്പം 2ാം സ്ഥാനം റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? 2-നായിരിക്കും. ഓക്കെ, ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അങ്ങോട്ട് ഇലക്ട്രോഫൈൽ വേഗം വരും. അപ്പൊ റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പൊ 2ാമത്തത് ടുളുവിനായിരിക്കും. അത് കഴിഞ്ഞാൽ ബെൻസീനും NO2 നോക്കുമ്പോൾ ബെൻസീൻ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായാലും കുറയുന്നില്ലല്ലോ. പക്ഷേ NO2 നൈട്രോ ബെൻസീനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താവുന്നുണ്ട്? കുറയുന്നുണ്ട്. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവുള്ള ഭാഗത്തേക്ക് ഇലക്ട്രോഫൈൽ വരുമോ? ഇല്ല. ഇലക്ട്രോഫൈലിന് എന്താ വേണ്ടത്? ഇലക്ട്രോണാ വേണ്ടത്. അപ്പൊ ഇലക്ട്രോൺ എവിടെയാണോ കൂടുതലുള്ളത് അങ്ങോട്ടാണ് ഇലക്ട്രോഫൈൽ വേഗം പോയി റിയാക്ഷൻ നടത്തുക. അപ്പം 3ാം സ്ഥാനത്ത് ആര് വരും? ബെൻസീൻ റിംഗ് വരും. ഏറ്റവും ലാസ്റ്റ് ആണ് ആര് വരിക? നൈട്രോ ബെൻസീൻ വരും. അപ്പൊ 3, 2, 3, 2, 1, 4 ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. 3, 2, 1, 4. ഓക്കെ, ദെൻ which of the following decolorizes 1% alkaline KMnO4? അപ്പോൾ 1% alkaline KMnO4 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേഷന്റെ ടെസ്റ്റ് ആണ്. ഓക്കെ, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തരുന്ന റിയാക്ഷൻ ആണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് തരുന്ന റിയാക്ഷൻ ആണ് ആൽക്കലൈൻ KMnO4. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആൽക്കലൈൻ KMnO4നെ എന്ത് ചെയ്യും? ഡീകളറൈസ് ചെയ്യും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് അൺസാച്ചുറേറ്റഡ്? പ്രൊപ്പീൻ അൺസാച്ചുറേറ്റഡ് ആണ്, ഡബിൾ ബോണ്ട് ഉണ്ട്. പ്രൊപ്പൈൻ അൺസാച്ചുറേറ്റഡ് ആണ്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ബ്യൂട്ടൈൻ അൺസാച്ചുറേറ്റഡ് ആണ്, അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ആൻസർ ഏതായിട്ട് എടുക്കാം? ഓൾ ഓഫ് ദം. ഓക്കെ, then next case, propane and HCl in presence of peroxide gives. അപ്പൊ പ്രൊപ്പൈൻ CS3 C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? HClനെ ആഡ് ചെയ്യുന്നു. HClനെ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. പെറോക്സൈഡിന്റെ പ്രസൻസിൽ HClനെ ആഡ് ചെയ്യുന്നു. അപ്പം എന്താണ് പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ആലോചിക്കണം എന്താ വെച്ചാൽ പെറോക്സൈഡ് തന്നിട്ടുണ്ട്. പക്ഷേ പെറോക്സൈഡ് തന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താ? പെറോക്സൈഡ് തന്നത് HClന്റെ പ്രസൻസിലാണ്. HCl ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യൂല. അപ്പൊ അവിടെ ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ നമുക്ക് നോക്കാൻ പറ്റൂല. ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ആര് മാത്രമേ തരുള്ളൂ? HBr മാത്രമേ തരുള്ളൂ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ആരാണ്? HCl ആണ്. അപ്പൊ HClന്റെ കേസ് പെറോക്സൈഡ് ഉണ്ടെങ്കിലും പെറോക്സൈഡ് ഇല്ലെങ്കിലും നമ്മൾ എന്താ എടുക്കേണ്ടത്? മാർക്കോണിക് ഓഫ് അഡീഷൻ അവിടെ കൺസിഡർ ചെയ്തിട്ട് മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ് നടക്കുക. അപ്പോൾ മാർക്കോണിക് ഓഫ് അഡീഷൻ നടക്കുമ്പം അവിടെ എന്താ സംഭവിക്കുക? നെഗറ്റീവ് പാർട്ട് ലെസ് നമ്പർ ഹൈഡ്രജനുള്ള കാർബൺ എടുത്തും പോസിറ്റീവ് ഇവിടെയും വരും. അപ്പൊ ആദ്യം നമുക്കൊരു ആൽക്കീൻ കിട്ടും. CS3 CCl ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇതിലോട്ട് നമ്മൾ വീണ്ടും HCl ആഡ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മുടെ ഓപ്ഷൻസിലൊക്കെ ഉള്ളത് ഡൈക്ലോറോ, അപ്പം ഫർദർ അഡീഷൻ നടക്കുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും HCl ആഡ് ചെയ്യുന്നു. വീണ്ടും സെയിം റൂൾ. ഓക്കെ, പെറോക്സൈഡ് ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പെറോക്സൈഡ് ഉണ്ടായിട്ടും അവിടെ ഏത് റൂൾ പ്രകാരമാണ് അഡീഷൻ നടക്കുന്നത്? മാർക്കോണിക് ഓഫ് റൂൾ പ്രകാരമാണ് അഡീഷൻ നടക്കുക. അപ്പോൾ Cl ലെസ് നമ്പർ ഹൈഡ്രജനുള്ള കാർബൺ അടുത്തോട്ട് പോകും, ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CS3 CCl Cl CS3 എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. എന്താണ് ആ പ്രൊഡക്റ്റിന്റെ IUPAC നെയിം? എന്താണ്? 2,2 ഡൈക്ലോറോ 2,2 ഡൈക്ലോറോ പ്രൊപ്പെയിൻ 2,2 ഡൈക്ലോറോ പ്രൊപ്പെയിൻ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് അവിടെ ഒരു ബ്രോമിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതെങ്ങനെ മനസ്സിലായി? ബ്രോമിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അവിടെ ലൈറ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ. അപ്പൊ നമുക്കറിയാം ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ആരാണോ മോസ്റ്റ് സ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് തരുന്നത് അതാണ് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ ഏതൊക്കെയാണ്? ഫ്രീ റാഡിക്കൽ ഇവിടെ ഫോം ചെയ്യാം. ഈ CS3 മോഡ്, ഈ CS3 മോഡ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്താൽ അത് ഏത് ടൈപ്പാ? പ്രൈമറിയാണ്.
പിന്നെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാം ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ ഫോം ചെയ്യാം, ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏതാണ്? സെക്കൻഡറി ആണ്, അത് സെക്കൻഡറി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫ്രീ റാഡിക്കൽ നോക്കുന്ന സമയത്ത് ഫ്രീ റാഡിക്കൽ ഇവിടെയും ഫോം ചെയ്യും. കാരണം ഇവിടെ ഒരു ഹൈഡ്രജൻ ബാക്കിയുണ്ട്. ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാം. ആ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത് ഏതാണ്? ടെർഷറി ആണ്. അപ്പൊ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്. ഏത് ഫ്രീ റാഡിക്കൽ ആണ് മോർ സ്റ്റേബിൾ ആയിട്ട് വരിക? ടെർഷറി ആണ്, അല്ലെ? ടെർഷറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെർഷറി, ദെൻ സെക്കൻഡറി, ദെൻ എന്താണ്? പ്രൈമറി. ഓക്കെ, അപ്പൊ ടെർഷറി ഫ്രീ റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ദാൻ പ്രൈമറി. അപ്പൊ ടെർഷറി ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? ടെർഷറി ഫ്രീ റാഡിക്കൽ വരുന്ന കാർബണിന്റെ മോള് ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് ഏതാണ്? ഓപ്ഷൻ 3. ഓപ്ഷൻ 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ozonolysis of 3-methyl 1-butene gives a mixture of. നമുക്ക് തന്ന കോമ്പൗണ്ട് ഏതാണ്? 3-methyl 1-butene. അപ്പൊ 3-methyl 1-butene എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? CS3 CH2 CS3 3-methyl 1-butene ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ 1-butene എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാർബണിന്റെ മുകളിൽ തന്നെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ CH2 ഡബിൾ ബോണ്ട് C. ഓക്കെ, CH, ദെൻ CS3 ഇയാളല്ലേ 3-methyl 1-butene എന്ന് പറഞ്ഞാൽ 3-methyl 1-butene അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓസോണോലൈസിസ് നടത്തുകയാണ്. ഓക്കെ, ഓസോണോലൈസിസ് നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രൊഡക്റ്റ് ചെയ്ത്? നമുക്ക് സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ചെയ്താം. ഓക്കെ, ഓസോണോലൈസിസ് നടത്തുമ്പോൾ എന്താ? ഡബിൾ ബോണ്ട് ഉള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്യുക. ഡബിൾ ബോണ്ട് ഉള്ള ഭാഗം കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗത്ത് 2 ഓക്സിജൻ അങ്ങ് വെച്ച് കൊടുക്കുക. അതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ എവിടെയാണോ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് 2 ഭാഗത്തിന് 2 ഓക്സിജൻ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഇവിടുത്തെ പ്രൊഡക്റ്റ്? CH2O എന്ന് പറഞ്ഞാൽ HCHO. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താ? CS3 CH, ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആളുടെ പേരെന്താ? ഒറ്റ കാർബണാറ്റമുള്ള ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അതാരാണ്? മെഥനോൾ. രണ്ടാമത്തെ ആൾ എന്താണ്? 2-methyl 3 കാർബണാറ്റം അല്ലെ? അപ്പൊ എന്താണ്? പ്രൊപ്പനോൾ. 2-methyl പ്രൊപ്പനോൾ. അപ്പൊ നമുക്ക് മെഥനോളും കിട്ടും, 2-methyl പ്രൊപ്പനോളും കിട്ടും. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ 3. ഓക്കെ, അപ്പൊ ഓസോണോലൈസിസിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്ത് ഈസിയാണ്. ഡബിൾ ബോണ്ട് ഉള്ള ഭാഗം കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ എന്ത് കൊടുത്തേച്ചാൽ മതി? ഓക്സിജൻ ആയിട്ട് അങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത കേസ് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് റിഡക്റ്റീവ് ഓസോണോലൈസിസ് ഓഫ് ബെൻസീൻ. അപ്പൊ ബെൻസീന്റെ ഓസോണോലൈസിസ്, ബെൻസീന്റെ സ്ട്രക്ചർ എന്താ? ഇതാണ് ബെൻസീന്റെ സ്ട്രക്ചർ അല്ലെ? എങ്ങനെയാണ് ഓസോണോലൈസിസിന്റെ പ്രൊഡക്റ്റ് നമ്മൾ എഴുതുക? സിങ്ക് ബാർ H2 അതൊക്കെ അവിടെ റിയാക്ഷനിൽ വരുന്നുണ്ട്. നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആൻസറിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ഡബിൾ ബോണ്ട് ഉള്ള ഭാഗം കട്ട് ചെയ്യും. അപ്പൊ ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഓക്സിജൻ, ഇപ്പുറത്ത് ഓക്സിജൻ. ഓക്കെ, അതേപോലെ ഇവിടെയും കട്ട് ചെയ്തു. ഓക്സിജൻ. ഡബിൾ ബോണ്ട് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് എന്ത് ചെയ്യുക? ഓക്സിജനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ട് കട്ട് ചെയ്യുന്നു, ഓക്സിജനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഡബിൾ ബോണ്ട് കട്ട് ചെയ്തു, ഡബിൾ ബോണ്ട് ഉള്ള ഭാഗം ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്പുറം എന്ത് കൊടുത്തു? ഓക്സിജനെ കൊടുത്തു. അപ്പൊ എന്താ കിട്ടുക? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ കിട്ടുക? ഇതേതാ? CH ആണ്. ഇത് എന്താണ്? CH അല്ലേ? അപ്പൊ CH ആണ് അവിടെ ഉള്ളത്. ഇത് CH. അപ്പൊ CHന്റെ അടുത്ത് ആര് വരും? ഓക്സിജൻ വരും. ഓക്കെ, CHന്റെ അടുത്ത് ആര് വരും? ഓക്സിജൻ വരും. ഇവിടെ കട്ട് ചെയ്തു, O കട്ട് ചെയ്തു, O. ഓക്കെ, അപ്പൊ നോക്ക് നിങ്ങൾ എന്താ ആൻസർ? ഇതാണ് നമ്മുടെ സാധനം CHന്റെ അടുത്ത് ആര് വന്നു? ഓക്സിജൻ വന്നു. അപ്പൊ CHO. പിന്നെ ബോണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും CHO. ഓക്കെ, അപ്പൊ വീണ്ടും അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ എന്താണ്? ഇത് CHO, ഇപ്പുറത്ത് എന്താണ്? CHO. അപ്പൊ 3 മോളിക്യൂൾ ഓഫ് നമുക്ക് എന്ത് കിട്ടും? CHO ആണ് അവിടെ കിട്ടുക. ഓക്കെ, CHO എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗ്ലൈ ഓക്സാൽ. അപ്പൊ നമുക്ക് ഗ്ലൈ ഓക്സാൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. പ്രൊഡക്റ്റ് ഓഫ് റിഡക്റ്റീവ് ഓസോണോലൈസിസ് ഓഫ് ബെൻസീൻ വിൽ ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? നമുക്കൊരു ആൽക്കെയിൻ തന്നിട്ടുണ്ട്.
ആൽക്കൈൻ എന്തോ ചെയ്തപ്പോൾ നമുക്ക് സിസ് ആൽക്കീൻ പ്രൊഡക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ, ആൽക്കൈനെ നമ്മൾ ഹൈഡ്രോജിനേഷൻ നടത്തി. ഓക്കെ, അപ്പൊ ഹൈഡ്രോജിനേഷൻ നടത്തിയിട്ട് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്, സിസ് ഐസോമർ ആണ്. സിസ് ഐസോമർ കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട റിയേജന്റ് ഏതാ, ലിൻലാർ കാറ്റലിസ്റ്റ് അല്ലെ. ലിൻലാർ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് സിസ് ഐസോമർ കിട്ടുക. നമ്മൾ ബിർച്ച് റിഡക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ് ഐസോമർ കിട്ടും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലിൻലാർ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലേഡിയം ഓൺ ചാർക്കോൾ. അപ്പം ആ പാർഷ്യലി ഡീആക്ടിവേറ്റഡ് പലേഡിയം ഓൺ ചാർക്കോളിന്റെ പ്രസൻസിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൻസ് എന്തായിട്ട് മാറും, സിസ് ആൽക്കീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഓപ്ഷൻ 2 ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ നമുക്ക് ഒരു ആൽക്കൈൻ തന്നിട്ടുണ്ട്. ആ ആൽക്കൈനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിന്റെ പ്രസൻസിൽ നമ്മൾ 873 കെൽവിൻ ട്രീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ CS3 ട്രിപ്പിൾ ബോണ്ട് CH, അഗെയിൻ CS3 ട്രിപ്പിൾ ബോണ്ട് CH, അഗെയിൻ CS3 ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഇതിനെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിന്റെ പ്രസൻസിൽ 873 കെൽവിൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, സൈക്ലിക് പോളിമറൈസേഷൻ നടക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് പോളിമറൈസേഷൻ എന്താണ്, ഇവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തായിട്ടാ മാറുക, അതൊരു ബെൻസീൻ റിംഗ് ആയിട്ട് മാറും. ഓക്കെ, ബെൻസീൻ റിംഗ് CH ട്രിപ്പിൾ ബോണ്ട് CH ആണെങ്കിൽ ബെൻസീൻ റിംഗ് ആയിട്ട് മാറും. എന്നിട്ട് ഓരോ കാർബണിന്റെ മോൾ അവിടെ എന്ത് വരുന്നുണ്ട്, CH3 വരുന്നുണ്ട്. ഓക്കെ, CH3. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, മൊത്തം 6 കാർബൺ ആറ്റം, 1 2 3 4 5 6 ഇവര് റിങ്ങിൽ വരും. ഓക്കെ, ഫസ്റ്റ് കാർബണിന്റെയും തേർഡ് കാർബണിന്റെയും ഫിഫ്ത്ത് കാർബണിന്റെയും മുകളിൽ എന്ത് വരും, CS3 വരും. ഓക്കെ, ഈ ഒരു കോമ്പൗണ്ടിലുള്ള നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആണ് നമ്മളോട് ചോദിച്ചത്, നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും, ഈ CH3 3 ഹൈഡ്രജൻ ആയിട്ട് ബോണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പൊ അവിടെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ 3. ഓക്കെ, ഇത് 4, ഇവിടെ ഡബിൾ ബോണ്ട് 5 ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒന്നെന്താണ്, പൈ ബോണ്ട് ആണ്. ഓക്കെ, അപ്പൊ 3 4 5 6 7, ഇവിടെ again 3, 7 plus 3 10, then 11. Okay, 11 ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് കാർബണിന്റെ മോള് 12, ഇവിടെയും ഒരു ഹൈഡ്രജൻ ഉണ്ട് കാർബണിന്റെ മോള്, അപ്പൊ 13, then 14, then 15 plus 3 17, 15 plus 3 18, then 19. Okay, ഇവിടെ ഹൈഡ്രജൻ, that is 20, then this bond, last bond. അപ്പോൾ ടോട്ടൽ ബോണ്ട് 21. ഓക്കെ, അപ്പൊ 21 ബോണ്ട് നിങ്ങൾക്ക് അവിടെ കൗണ്ട് ചെയ്യാം. 3 4 5 6 7 8 11 12 13 14 15 18 19 20 21. Okay, so how many sigma bonds? 21 sigma bonds. Okay, then നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ദ ഇലക്ട്രോഫൈൽ വിൽ അറ്റാക്ക് ഓൺ ഓർത്തോ ആൻഡ് പാരാ പോർഷൻ. ഓക്കെ, അപ്പോൾ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഏതാണെന്ന് ഓർത്ത് വെക്കണം. നമുക്ക് 2 ടൈപ്പ് ഗ്രൂപ്പാണ് ഉള്ളത്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും പിന്നെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പും. അപ്പോൾ നോർമലി +R എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരൊക്കെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഹാലജൻസ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ ഇവരൊക്കെ എന്താണ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. NH2 ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. OCS3 ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺ പെയർ ഉള്ള +R എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള -R എഫക്റ്റ് കാണിക്കുന്ന NO2 ഗ്രൂപ്പ്, സയനോ ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ എന്താണ്, മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ദ ഇലക്ട്രോഫൈൽ വിൽ അറ്റാക്ക് ആൻഡ് ഓർത്തോ ആൻഡ് പാരാ പോർഷൻ. അപ്പൊ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കേണ്ടത്. അപ്പൊ NO2 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഹാലജൻ
ഇലക്ട്രോൺ റിച്ച് ആണ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് മെറ്റ, ഇത് ഓർത്തോ പാര. ഓക്കെ, CCl3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അപ്പോൾ അതും എന്താണ്, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. COH ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്, അതും എന്താണ്, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്, സ്റ്റൈറീൻ എന്ന് പറയുന്ന ആൽക്കീൻ. അതിനെ നമ്മൾ ഫസ്റ്റ് ബ്രോമിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കാമനോഫോർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബ്രോമിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അഡീഷൻ നടക്കും. അപ്പം അഡീഷൻ നടന്നു കഴിഞ്ഞാൽ ഈ 2 കാർബണിന്റെ മുകളിലും ബ്രോമിൻ വരും, ഈ 2 കാർബണിന്റെ മുകളിലും ബ്രോമിൻ വരും. ഓക്കെ, അപ്പോൾ ഒരു ഡൈബ്രോമൈഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഡൈബ്രോമൈഡിനെ കാണിക്കുന്ന അഡീഷൻ ആണ് അവിടെ, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ലൈറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അഡീഷൻ റിയാക്ഷൻ, ആൽക്കീന്റെ മുകളിൽ അഡീഷൻ നടക്കുന്നു. അപ്പം ഡൈബ്രോമൈഡ് ഉള്ള ഓപ്ഷൻ ഏതാ നോക്കിയാൽ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, ഇനി കാമനോഫോർ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കാമനോഫോർ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യും, മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. മൾട്ടിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ കാർബണിന്റെ മുകളിലുള്ള ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണ്, വീക്ക് ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യപ്പെടും. അപ്പോൾ കാർബൺ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യപ്പെട്ടാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ അവിടെ ഒരു ബൾക്കി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ഓക്സിഡേഷൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്തായി മാറും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ ഭാഗം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും, ഈ ഭാഗം കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ബെൻസീറിങ്ങിന്റെ മുകളിൽ COOH ഗ്രൂപ്പ് വരും. അപ്പോൾ ബെൻസോയിക് ആസിഡ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഹൈഡ്രോ കാർബൺ എന്നുള്ള ഏകദേശം എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. നിങ്ങളുടെ പഠന രീതിയിൽ നിന്ന് യാതൊരു തരത്തിലും പിന്നോട്ടൊരിക്കലും എന്ത് ചെയ്യരുത്, പോകരുത്. നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.